നമ്മുടെ ഉദ്ദേശം ഏതൊന്നാണോ അതിന്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സമക്ഷത്തിലേക്ക് ചാരത്തേക്ക് നമ്മൾ കടന്നു വരുന്ന ആ ഒരു സമയം അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ നോക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്മാർ നമ്മളെ നോക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഅലിന്റെ മജ്ലിസുകളിൽ ഇത് ഞാൻ പറയുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലാണ് എന്ന് ആരും മനസ്സുകൊണ്ട് കരുതരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹു അവനെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മണിമുത്തായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ദീനിന്റെ വഅലിന്റെ മജ്ലിസിൽ ഇരിക്കാൻ അവസരം കിട്ടൂല, എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടൂല. അള്ളാഹു ഒരു മനുഷ്യനിക്ക് സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു മജ്ലിസിൽ കൊണ്ടിരുത്തുമെന്നാണ്. അള്ളാഹു മജ്ലിസിൽ കൊണ്ടിരുത്തുമെന്നാണ്. അള്ളാഹുവിന് ഒരാൾക്ക് നന്മകൾ കൊടുക്കാൻ ഇഷ്ടമാണ്, അവനെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിനെ കടത്താൻ ഇഷ്ടമാണ്. നന്മയുടെ വഴികളിലൂടെ അവനെ കൊണ്ടുപോകാനും അവന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അതൊന്നും മാറ്റാനും അള്ളാഹു ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വഅലിന്റെ മജ്ലിസിലേക്ക് അവനെ കൊണ്ടിരുത്തുന്നത്. മാഷാ അല്ലാഹ്, ഇപ്പം മൈക്ക് റാഹത്താണ്, ഒരല്പം കൂടെ എക്കോ ഒന്ന് കുറച്ചാൽ മതി, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉഷാറായി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, സ്വഹാബ, എല്ലാവർക്കും നന്മകൾ കിട്ടൂല, എല്ലാവർക്കും പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് വന്നിരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹു അവനിക്ക് നന്മ കൊടുക്കാൻ ആഗ്രഹിക്കണം, അല്ലാഹു അവനിക്ക് സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ അവനെ കൊണ്ട് അല്ലാഹു തോന്നിപ്പിക്കുകയുള്ളൂ. ഈ ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാഗ്യവതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കടന്നിരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആദരവായ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഒരു വേള ജുമുഅ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുകയാണ്, സ്വഹാബാ, എല്ലാവരും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് വരുമോ? ഈ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തിനാ നിങ്ങളെ വിളിച്ചതെന്നറിയോ? വെറുതെ വിളിച്ചതല്ല സ്വഹാബാ, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറയാനാ. നിങ്ങൾ നിസ്കരിച്ചവരാണല്ലോ, നിങ്ങൾ നോമ്പ് നോറ്റവരാണല്ലോ, നിങ്ങൾ സ്വതക്ക ചെയ്തവരാണല്ലോ, നിങ്ങൾ സകാത്ത് കൊടുത്തവരാണല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ നിങ്ങൾ സന്തോഷകരമായിട്ട് കടന്നുപോയവരാണല്ലോ. എന്നാ സ്വഹാബാ, നിങ്ങളുടെ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നോമ്പുകളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വതക്കകളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സകാത്തുകളെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ ചെയ്തു പോയ ഇബാദത്തുകള്, കഴിഞ്ഞ റമളാനിൽ നോറ്റുവീട്ടിയ നോമ്പുകള്, നിങ്ങളുടെ തറാവീഹുകള്, നിങ്ങളുടെ ഖുർആൻ ഓതലുകള്, ഇതെല്ലാം അല്ലാഹു സ്വീകരിച്ചോ സ്വഹാബാ? ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്കറിയില്ലല്ലോ, അതിനെപ്പറ്റി അറിയുന്നത് അല്ലാഹ്. നമ്മുടെ നിസ്കാരം സ്വീകരിച്ചോ എന്ന്, നമ്മുടെ നോമ്പ് സ്വീകരിച്ചോ എന്ന്, നമ്മുടെ സ്വതക്ക സ്വീകരിച്ചോ എന്ന് അറിയുന്ന ഒരേ ഒരാളാരെന്നറിയോ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ.
ഈ അണ്ടകടാകത്തെ അടക്കി ഭരിക്കുന്ന അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് റസൂലല്ലാഹ് ഞങ്ങളുടെ നിസ്കാരത്തെ അല്ലാഹു സ്വീകരിച്ചോ എന്നെങ്ങനെ അറിയാ? നമ്മുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ അറിയാ? നമ്മുടെ സകാത്തിനെ അല്ലാഹു സ്വീകരിച്ചോ എന്ന് എങ്ങനെ അറിയാം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ല സ്വഹാബാ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഒറ്റ ചോദ്യാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ. നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ സ്വതക്ക അല്ലാഹു തആല സ്വീകരിച്ചോ എന്നെങ്ങനെ അറിയാ? ഉടൻ തന്നെ നബി തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാ, നിങ്ങളുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്വഹാബാക്കളിൽ പലരും പറഞ്ഞു, അതേ നബിയേ. ഉടൻ തന്നെ നബി തങ്ങൾ പറയാണ്, അല്ലാഹുവേ, ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമുണ്ടോ? അല്ലാഹു നിങ്ങളുടെ നിസ്കാരത്തെ റബ്ബ് സ്വീകരിച്ചുവല്ലോ, നിങ്ങളുടെ നോമ്പിനെ അല്ലാഹു സ്വീകരിച്ചുവല്ലോ, നിങ്ങളുടെ സ്വതക്കയെ അല്ലാഹു സ്വീകരിച്ചുവല്ലോ, നിങ്ങളുടെ സകാത്തുകളെ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തമില്ലെങ്കിൽ വല്ലാഹി എത്ര നിങ്ങളെ കരഞ്ഞാലും, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും അല്ലാഹു ഒരു ഇബാദത്തിന്റെ പ്രതിഫലവും അല്ലാഹു തരില്ലല്ലോ. എന്തിനേറെ ഖുലാഅ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഓടി വരുന്നുണ്ട് മുത്തുനബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സ്വല്ലൈതു സലവാത്തൽ ഖംസ് വഅദ്ദൈതു الزكاة وصمت رمضان وقمت لياليا من مات على هذا يا رسول الله. മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നബിയേ, സ്വല്ലൈതു സലവാത്തൽ ഖംസ്, ഒരു ളുഹർ മുടക്കിയിട്ടില്ലല്ലോ, ഒരു അസ്ർ മുടക്കിയിട്ടില്ലല്ലോ, ഒരു ഇശാ മുടക്കിയിട്ടില്ലല്ലോ, ഒരു സുബഹി മുടക്കിയിട്ടില്ലല്ലോ. യാ റസൂലല്ലാഹ് വസുംതു റമളാന, നമ്മളൊക്കെ നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വന്നവനാണ് നബിയെ. ഇന്നലെ ഇവിടെ ഉസ്താദ് റമളാൻ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ സ്വഹാബി ചോദിക്കുന്നു, റസൂലല്ലാഹ്, റമളാനില് നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വന്നവനാണ്, അതും കഴിഞ്ഞിട്ടില്ല. പാതിരാത്രിയായ തറാവീഹ് നിസ്കരിക്കാറുണ്ട് നബിയെ, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട് നബിയെ, അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആരക്കാറുണ്ട് നബിയെ. ഇങ്ങനെല്ലാം നിസ്കരിച്ചുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സ്വതക്ക ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാനങ്ങ് മരിച്ച എന്റെ വാസസ്ഥലം എവിടാ നബിയേ? അതായത് സ്വർഗമാണോ അതല്ല അല്ലാഹുവിന്റെ നരകമാണോ? ഉടൻ തന്നെ നബി തങ്ങൾ പറഞ്ഞു, കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. വല്ലാത്തൊരു ചോദ്യം നബിയെ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കാനുള്ളതാണ്. മുത്തുനബിയോടൊരു ചോദ്യം, നബിയെ, 5 വക്തും ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഒരു വക്തു നിസ്കാരവും ഞാൻ മുടക്കൂല, ഒരു ളുഹർ മുടക്കിയില്ല, ഒരു അസ്ർ മുടക്കിയില്ല, ഇശാ മുടക്കിയില്ല, ഒരു വക്തു ഞാൻ മുടക്കിയിട്ടില്ല. റമളാനിൽ നല്ലതുപോലെ നോമ്പ് നോറ്റു, അങ്ങനെല്ലാം നോമ്പ് നോറ്റു നിസ്കരിച്ച് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഞാനങ്ങ് മരിച്ചാൽ, ശ്രദ്ധിക്കണേ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, അങ്ങനെ ഞാനങ്ങ് മരിച്ചാൽ നബിയേ, എന്റെ വാസസ്ഥലം
അതായത് സ്വർഗാണോ നരകാണോ? നബി തങ്ങൾ പറഞ്ഞ മറുപടി കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കിടക്കുന്ന സ്വർഗത്തില് കേട്ടപാട് ഈ ചെറുപ്പക്കാരൻ അങ്ങ് ചിരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മാലം യഅഖ വാലിദൈ. മോനെ, നിന്റെ ഉപ്പയെ നീ ബഹുമാനിക്കാത്തവനാണോ? ഉമ്മയെ കുറ്റപ്പെടുത്തിയവനാണോ? ഉമ്മയെ കളിയാക്കിയവനാണോ? നിന്റെ ജീവന്റെ ജീവനായ ബാപ്പയെ കളിയാക്കിയവനാണോ? ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലങ്ങളിലും ഉപ്പയെ പറ്റിയിട്ട് വാളു പറയല് കുറവാണല്ലോ. ഉമ്മയെ പറ്റി വാതോരാതെ വാളു പറയാറുണ്ട്. ഇന്നത്തെ മജ്ലിസില് ആരാ നമ്മുടെ ഉപ്പയെന്ന് നമുക്ക് പഠിക്കണം. അതിന്റെ കുറച്ചു നേരം ഉമ്മയെ പറ്റി പറയാ. അതുകൊണ്ട് പറയട്ടെ സഹോദരാ, എത്ര നോമ്പ് നോറ്റാലും എത്ര നിസ്കരിച്ചാലും എത്ര സ്വതക്ക ചെയ്താലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ നല്ലതുപോലെ ഒരു ഖത്തമല്ല, രണ്ട് ഖത്തമല്ല, മൂന്ന് ഖത്തമുകളല്ല, നല്ലതുപോലെ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ റമളാനിക്കു നീ കടന്നിരുന്നിട്ട് ഖുർആൻ ഓതിയാലും ഒരൊറ്റ നോട്ടം മതിയല്ലോ. വലാ യഹുദ്ദുൻ നളറ അലൈഹിമാ. മോനെ, നിന്റെ ഉപ്പയുടെയോ നിന്റെ ഉമ്മയുടെയോ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം നോക്കിയാ അല്ലാഹുവിന് ഇന്നലെ അവരെ നിസ്കരിച്ച നിസ്കാരം വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിന്റെ സ്വതക്ക അല്ലാഹുവിന് വേണ്ട, നിന്റെ സക്കാത്ത് അല്ലാഹുവിന് വേണ്ട. ഉമ്മയെ വെറുപ്പിച്ചിട്ട് ബാപ്പയെ വെറുപ്പിച്ചിട്ട് ഒവ്വൊരു മഖാമിന്റെ ചാരത്ത് വന്നിട്ട് നിങ്ങൾ എത്രത്തോളം പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹുവിന്റെ ഔലിയാക്കള് നിന്നെ തിരിഞ്ഞു നോക്കൂല. കാരണം നിന്റെ ഉമ്മയെ വെറുപ്പിച്ചവനാ, നിന്റെ ബാപ്പയെ വെറുപ്പിച്ചവനാണ്. അവരോട് വഴക്കു പറഞ്ഞിട്ടില്ല, അവരെ കളിയാക്കിയിട്ടില്ല, അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വലാ യഹുദ്ദുൻ നളറ അലൈഹിമാ. നമ്മൾ നമ്മുടെ ഉമ്മയെയോ ബാപ്പയെയോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, അവരെ കളിയാക്കിയിട്ടുമില്ല. ഉംറ കഴിഞ്ഞിട്ട് വരുന്ന മകൻ, അല്ല ഇപ്പൊ ഞാൻ പറയുമ്പോ ഷാഫിജ ഉംറ കഴിഞ്ഞിട്ട് വരാൻ ഉമ്മ ചോദിച്ചു, മോനെ ഷാഫി എങ്ങനുണ്ടായിരുന്നു ഉംറന്റെ യാത്രയൊക്കെ? അപ്പൊ ഷാഫിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനിയിപ്പോ മൂപ്പർ അങ്ങനെ ആണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. അങ്ങനല്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇഷ്ടപ്പെട്ടില്ല. ഒരു നോട്ടം നോക്കി ഉമ്മാന്റെ മുഖത്തേക്ക്, ആ ഒരൊറ്റ നോട്ടം, അല്ലെങ്കിൽ ഉപ്പയുടെ മുഖത്തേക്ക്. ഈ തള്ളക്ക് എന്തിന് ഇപ്പൊ തന്നെ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം മതി. ചെയ്ത ഉംറ വട്ടപൂജ്യം, ചെയ്ത ഹജ്ജ് വട്ടപൂജ്യം. ഇന്നലെ വരെ ആ ഹറമിൽ ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടുന്ന ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച ആ നിസ്കാരത്തിന്റെ സകലമായ പ്രതിഫലവും ഒരൊറ്റ നോട്ടം കൊണ്ട് നഷ്ടമാവുകയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? കേവലം ഉമ്മയും ബാപ്പയും എന്ന് പറയുമ്പോൾ രണ്ട് യന്ത്രങ്ങളാണെന്ന് വിചാരിച്ചോ? ഈ കാലഘട്ടത്തിൽ ഉമ്മയും ബാപ്പയും മക്കളെ കൊണ്ട് കണ്ണീരില്ല. നിങ്ങൾ വിചാരിക്കും ഉസ്താദേ വേറെ എത്രയോ വിഷയമുണ്ട്. ഏത് വിഷയം പറഞ്ഞാലും ഉമ്മയെ പറ്റി ബാപ്പയെ പറ്റി പറയാതെ പോകാൻ പറ്റോ? കാരണം നമ്മുടെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഉമ്മയുടെയും ബാപ്പയുടെയും കയ്യിലാണ് അതിന്റെ താക്കോല്. അവരുടെ ഒരു നോട്ടം മതി, എല്ലാം പോകും. അതുകൊണ്ടാണ് അവിടെ നബി തങ്ങൾ പറഞ്ഞത്, മോനെ ഉമ്മയെ വെറുപ്പിച്ച ബാപ്പയെ വെറുപ്പിച്ച അല്ലാഹുവേ നിനക്കതിന്റെ പ്രതിഫലം അല്ലാഹു തരൂല. നാളെ അല്ലാഹു നരകത്തിന്റെ ചാരത്ത് മനുഷ്യന്മാരെ കൊണ്ടിരുത്തും. എന്നിട്ട് റബ്ബ് ഒരു ചോദ്യമുണ്ട്, ഇതാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي منها الله
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ് മോനെ അലം നഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാനാ നദീർ ഫകല്ലബ്നാ وقلنا ما نزل الله من شيء. അല്ലാഹു ഒരു ചോദ്യമുണ്ട്. നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിരുത്തിയിട്ട് വാപ്പമാരെ എന്നോട് നിങ്ങളോട് സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന്മാരെ പോലും നരകം കാണിക്കാതെ കൊണ്ടുപോകൂല. സ്വർഗത്തിലേക്ക് എല്ലാ ടിക്കറ്റും റെഡിയായി അവരെ പോലും നരകം കാണിക്കാതെ വിടൂല എന്നാണ്. അപ്പോ ആ നരകത്തിന്റെ ചാര കൊണ്ടെടുത്തിട്ട് അല്ലാഹ് ചോദിക്കാൻ അലം യഅതികും നദീർ, എടാ നിനക്കൊരു മുന്നറിയിപ്പുകാരി വന്നില്ലേ? ദാരിമിയോട് നിങ്ങളോട് ചോദിക്കാൻ മോനെ നിന്റെ ഉപ്പയെ സ്നേഹിക്കാൻ ഉമ്മയെ സ്നേഹിക്കാൻ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് എന്താണ് വാപ്പാ ഇത്, എന്ത് സ്വഭാവ വാപ്പാ ഇത്, നിങ്ങളോട് പറഞ്ഞതല്ലേ ഉമ്മ, നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്ത് വൃത്തികെട്ട സ്വഭാവം ഇത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നീ എന്തെങ്ങനെ അല്ലാഹ് പറയാ ചോദിക്കല്ലേ. അല്ലാഹ് പറയാണ് അലം യഅതികും നദീർ, അവരെ സ്നേഹിക്കണമെന്ന് പറയാൻ, അവരെ ആദരിക്കണമെന്ന് പറയാൻ, അവർക്ക് സന്തോഷം കൊടുക്കണമെന്ന് പറയാൻ, നിന്റെ രണ്ട് കൈകൾ കൊണ്ട് അവരെ കോരിയെടുക്കണമെന്ന് പറയാൻ അല്ലാഹുവേ മുന്നറിയിപ്പുകാർ വന്നു. ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ സ്വലാത്തിൽ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ സ്വലാത്ത് മാത്രം മതി, വേറൊന്നും വേണ്ട. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ വസന്തമേ മുഹമ്മദ് മുസ്തഫ, നമ്മുടെ ഖൽബിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബേ, ലോകത്തിന്റെ തിരുദൂതരെ, സർവറെ ആലം, സർക്കാരെ മുദസ്സം, താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയാണ് ഉമ്മാനെ വാപ്പാനെ വെറുപ്പിച്ചവനാണോ, ദാരിമിയാണ്, ഇനി എത്ര ദിവസം ഒഴിവില്ലാതെ വഅദ് പറഞ്ഞാലും അല്ലാഹുവിന് വേണ്ട. നബി തങ്ങൾ പറയാ അന ബരീ, ഞാൻ അവനെ ഒഴിവാക്കിയെന്ന്, ഞാൻ അവനെ ഒഴിവാക്കിയെന്ന്. ശ്രദ്ധിക്കണേ, ഉമ്മയെ ബാപ്പയെ നിസാരം, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ബാപ്പ അവരെ നിങ്ങൾ കാണേണ്ടുന്ന കോലത്തിൽ കണ്ടില്ലെങ്കിൽ അല്ലാഹ് പറയാണ് എനിക്ക് അവനെ വേണ്ട. മുത്തുനബി തങ്ങൾ പറയാൻ അന ബരീ, ഞാൻ അവനെ ഒഴിവാക്കി. അങ്ങനെ അല്ലാഹുവേ നിന്റെ ഖുർആനിലൂടെ അതൊക്കെ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് നടന്നു. അല്ലാഹ് വിടോ? അല്ലാഹ് വിടൂല. അല്ലാഹ് പറയും ലിത്താഗീന മആബാ ലാബ്തീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ജസാഅൻ വിഫാഖാ ജസാഅൻ വിഫാഖാ. അല്ലാഹു വലിച്ചു നരകത്തിലേക്ക് ഇട്ടിട്ട് പറയാണ് ജസാഅൻ വിഫാഖാ, യോജിച്ച ശിക്ഷ. നീ അവരെ കുറ്റപ്പെടുത്തിയില്ലേ, നീ കാരണം അവർ കരഞ്ഞില്ലേ, നീ കാരണം അവർ സങ്കടപ്പെട്ടില്ലേ, ജസാഅൻ വിഫാഖാ, അനുയോജ്യമായ ശിക്ഷ അനുഭവിച്ചോ. റമളാൻ, ഇനി എത്ര റമളാൻ അല്ലാഹു നമുക്ക് തന്നാലും ആ റമളാനിൽ മുഴുവനും നമ്മൾ നോമ്പ് നോറ്റവരാ, നോമ്പ് നമ്മൾ കളഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു നോമ്പിന് അവരുടെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം, ദേഷ്യത്തിന്റെ നോട്ടം നോക്കിയാൽ സകലമാന ഇബാദത്തുകളും ഹജ്ജും ഉംറയും സകാത്തും എല്ലാം അല്ലാഹു തആല പൊളിച്ചു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിസാര വിഷയമല്ല, നിസാര വിഷയമല്ല. അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ? എന്തിനേറെ അവിടുന്ന് മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തൊരു ചെറുപ്പക്കാരൻ ഓടി വരുന്നുണ്ട്. തങ്ങളെ, എനിക്ക്
എനിക്കൊരു ഉമ്മയുണ്ടല്ലോ തങ്ങളെ, എന്റെ ഉമ്മയോട് എനിക്കൊരു സ്നേഹമില്ലല്ലോ, എന്റെ ഉമ്മയോട് എനിക്കൊരു ഇഷ്ടമില്ലല്ലോ, എന്റെ ഉമ്മയോടൊരു സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് തങ്ങളെ എന്റെ ഉമ്മയോട് സ്നേഹം വരാൻ, എന്റെ ഉമ്മയോട് മിണ്ടാൻ, എന്റെ ഉമ്മയോട് സംസാരിക്കാൻ, എന്റെ ഉമ്മയുടെ അരികത്ത് പോകാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ തങ്ങളെ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഈ ചെറുപ്പക്കാരനായ മകനോട് ചോദിക്കുകയാണ്, പൊന്നുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ട് എത്ര ദിവസമായടാ? ഒരു കൊല്ലം കഴിഞ്ഞല്ലോ, ഒരു കൊല്ലം കഴിഞ്ഞല്ലോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട്. ഉടൻ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാ, നിനക്ക് നിന്റെ ഉമ്മയോട് സ്നേഹമില്ലെന്നാണോ, നിന്റെ ഉമ്മാനെ ഇഷ്ടമില്ലെന്നാണോ, നിന്റെ ഉമ്മയുടെ അരികത്ത് പോയില്ലെന്നാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യുമോ? നീ പോയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു വിടുമ്പോ ചെറുപ്പക്കാരെ ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണം ആലോചിച്ചു, കല്യാണം കഴിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാ അല്ലാ, അവിടുന്ന് 6 മാസമാവുകയാണ്. 6ാമത്തെ മാസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, ഓ അബൂ തൽഹ, എന്തിനാണ് ഞാൻ വന്നതെന്നറിയോ? എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവക്ക് നടക്കാൻ കഴിയില്ലല്ലോ, അവക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു കാരക്ക മന്ത്രിച്ചു തരുമോ എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ചോദിക്കുന്ന സമയത്ത് അബൂ തൽഹ തങ്ങൾ ചോദിക്കുന്നു, എന്തിനാടാ? എന്റെ ഭാര്യ ഗർഭിണിയാ, അവക്ക് നടക്കാൻ പറ്റില്ലല്ലോ, ഇരിക്കാൻ പറ്റില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ, കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഛർദിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് പടച്ചവനെ, അവക്കൊരു കാരക്ക നിങ്ങൾ മന്ത്രിച്ചു തരാമോ എന്ന് പറയുന്ന സമയം അബൂ തൽഹ തങ്ങൾ പറഞ്ഞു, എഴുന്നേക്കടാ, എന്റെ മുമ്പിലേക്ക് ഇനി വന്നേക്കല്ലേ. തങ്ങളെ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ പെണ്ണ് കെട്ടിയത്, ഇപ്പോഴെന്തേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്ന് നിന്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയായപ്പോ നീ ഓടി വന്നവനാ, അവക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അവക്ക് നടക്കാൻ പറ്റുന്നില്ല, അവക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നവനാ. നിന്റെ ഉമ്മ എവിടെ? لأمك حق علمت كثير كثيرك يا هذا لديه يسير وكم ليلة لاقت لثكليك تشتهي لها من جبال نتوى زفير وفي الوضع لا تدري عليها مشقة فمن نوسس منها الفؤاد يطير. ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാര് കേൾക്കാൻ, ഓരോ ഉപ്പമാര് കേൾക്കാൻ, ഓരോ ഉമ്മമാര് കേൾക്കാൻ, لأمك حق علمت كثير. നിന്റെ ഉമ്മയെ പറ്റി നീ അറിഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ടല്ലോ, ഒരുപാട് സംസാരിക്കാനുണ്ടല്ലോ. വഫിൽ വളഇ ലാ തദ്രി അലൈഹാ മശഖത്തു. നിന്റെ ഉമ്മ ഗർഭം ചുമന്നുകൊണ്ട് നടന്നൊരു സമയമുണ്ടല്ലോ, അവര് സഹിച്ച എത്ര വേദനയാ.
അവര് സഹിച്ച എത്ര ത്യാഗങ്ങളാണ്. ഇന്ന് നിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവക്ക് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ്, അവക്ക് നല്ലതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് വന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മ എവിടെയാ? ഒരു വീടിന്റെ തൊട്ടപ്പുറത്തുണ്ട്, പോയിട്ട് വാ മോനെ. നിന്റെ ഉമ്മയുടെ അരികത്തേക്ക് പോകുമോ? കേട്ടപാട് ചെറുപ്പക്കാരെ ഓടുകയാണ്, കേട്ടപാട് ചെറുപ്പക്കാരെ ഓടുകയാ. വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ഈന്തപ്പന ഓലകണ്ട മടച്ചുണ്ടാക്കിയ വീട്ടില് തന്റെ ഉമ്മ കിടക്കുമ്പോ അവിടെ കണ്ണിന്റെ കാഴ്ച പോയി. വല്ലാത്ത സങ്കടത്തിൽ കിടക്കുന്ന ഉമ്മയുടെ അരികത്തേക്ക് ചെന്നു. ഉമ്മ കേട്ടപാട ഉമ്മ വിളിച്ചു, റബ്ബേ എന്റെ പൊന്നുമോന്റെ ശബ്ദം പോലെയുണ്ടല്ലോ റബ്ബേ. മോനെ എന്റെ പൊന്നുമോനാണോ? അതേ ഉമ്മ, നിങ്ങളുടെ പൊന്നുമോനാ ഉമ്മ. ഉമ്മാനെ പൊന്നുമകനെ വിടന്ന് കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് ഒരുക്കിയിട്ട് സയ്യിദുനാ അബൂ തൽഹാ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ ഇതെന്റെ ജീവന്റെ ജീവനാ, എന്റെ തങ്കക്കുടമാ, എന്റെ സ്വർഗമാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ ഉമ്മ? ഉടൻ തന്നെ പറഞ്ഞു, അല്ലാഹുവേ എന്റെ പൊന്നുമകൻ എന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, എന്നെ കളിയാക്കിയില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്തിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് പൊന്നുമകനെ ചേർത്ത് പിടിച്ചു പോയെങ്കിൽ എന്റെ ഉപ്പമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മക്ക് പകരം വെക്കാൻ 1000 ഉമ്മ വന്നാലും മതിയാവില്ല പൊന്നുമോനെ. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ, കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ, ജന്നത്തിൻ വഴിയതൊന്ന് വെള്ളാരം കല്ലാമനമല്ലേ. സ്വന്തം ഭാര്യ ഗർഭവതിയായപ്പോ അബൂ തൽഹ തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അബൂ തൽഹ തങ്ങൾ ചോദിച്ച ചോദ്യം, നിന്റെ ഉമ്മ എവിടെ? പറഞ്ഞു, തങ്ങളെ ഉമ്മ ഒരു ഭാഗത്തുണ്ട്, ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മാനോട് മിണ്ടിയിട്ട് എത്രയായി? 1 കൊല്ലം കഴിഞ്ഞു. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്നിരുന്ന സമയം നീ മറന്നുപോയി. നിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ ആ ഭാര്യക്ക് സുഖമില്ലാന്നും പറഞ്ഞ് നീ എന്റെ മുമ്പിലേക്ക് വന്നു. അവക്ക് കാലുവേദനിക്കുന്നുണ്ട്, അവൾ ഒമിറ്റ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിന്റെ മനസ്സിന് വല്ലാത്തൊരു ബേജാറായി, വല്ലാത്തൊരു സങ്കടമായി. പക്ഷേ ഇതിനേക്കാൾ വേദന സഹിച്ചവർ നിന്റെ ഉമ്മയാണ്. അത് നീ മറന്നുപോയി. സ്വന്തം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്ലേ? ഇന്ന് എത്ര ഉമ്മമാരാണ്, ഞാൻ ഇത് വെറുതെ പറയാം, നിങ്ങളുടെ കണ്ണ് നിറയുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. എത്ര ഉമ്മമാരാണ് വൃദ്ധസദനങ്ങളിൽ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എനിക്കറിയാവുന്ന പല ടീമുകളുണ്ട്. നല്ല പേര് കേട്ട പല ആളുകളുടെ ഉമ്മമാര് വൃദ്ധസദനത്തിലുള്ളത് എനിക്കറിയാം, ഇല്ലേ? പൊന്നാര ഉപ്പമാരെ 10, 5, 6, 7, 8 മക്കളും 9, 10 മക്കളുള്ള ഒരു ഉമ്മയും ബാപ്പയും. ആ ഉമ്മക്കും ബാപ്പക്കും 10 മക്കളെ ഈ വീട്ടിന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് നോക്കാൻ അവർക്കൊരു മടിയില്ല. പാടത്തും പറമ്പത്തും ജോലി ചെയ്ത് ഈ പൊന്നുമക്കളെ അവർ പോറ്റി വളർത്തി. പക്ഷേ ഈ 10 മക്കൾക്ക് ഒരു ഉമ്മയെ നോക്കാൻ സമയമില്ല.
മൂത്താള് പറയും, ജ്യേഷ്ഠൻ പറടാ നീ 10 ദിവസം ഉമ്മാനെ കൊണ്ടുവെക്കോ, 5 ദിവസം ബാപ്പ എന്റെ വീട്ടിൽ നിൽക്കട്ടെ. മക്കള് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്ന് അലിയാര് തങ്ങൾ പറഞ്ഞത് ഉമ്മാനെയും ബാപ്പാനെയും 2 വീട്ടിലാക്കുന്നതാണ്. ഉമ്മാനെയും ബാപ്പാനെയും മക്കള് കൊണ്ടുപോകുമ്പോ അത് ഒരു വീട്ടിൽ തന്നെ ഉമ്മായെയും ബാപ്പായെയും ഒരു വീട്ടിൽ ഒരു റൂമിൽ അവർക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കണം. അവർ മിണ്ടിയും പറഞ്ഞും ഇരിക്കട്ടെ. ചില മക്കൾ പറയും ബാപ്പ ഇവിടെ നിന്നോട്ടെ ഉമ്മ അവിടെ നിന്നോട്ടെ. അത് ചെയ്യുന്ന മകനാരാണോ അവനിക്ക് അല്ലാഹു മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി റക്കന്ന് പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ നമ്മളെ ചുമന്നവരല്ലേ, അവരെ നമ്മൾ മറന്നു അല്ലേ? 10 മാസം ചുമന്നൊരുമ്മ, നിത്യ ക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മെ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ. ഉമ്മയും താരാട്ടു പാടി ഓണുറക്കത്തിനവധി പാതിരാവും പകലതാക്കി ഉമ്മയും പാടി നമ്മെ പാടി പാടി ഉറക്കിയെത്ര രാവുകൾ നീട്ടി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി. മക്കളോ വളർന്നു പോയി, മക്കളിൽ മക്കളതായി. ഉമ്മയുടെ ചന്തമില്ല, ചന്തം കുറവായി. ഉമ്മ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ ഉമ്മ തനിച്ചായി. മക്കൾ വളർന്നു, നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകളായി, വലിയ വലിയ മുതലാളിമാരായി. ഉമ്മയുടെ ചന്തം പോയി, സൗന്ദര്യം പോയി. അവര് സാധുക്കള് വീട്ടിന്റെ ഒരു കോണിലുണ്ടവര്. മക്കൾ തീരുമാനിച്ചു ഏതായാലും നമുക്ക് സമയമില്ല, നമ്മുടെ ബിസിനസിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോ അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് പോകുമ്പോ അതൊരു സമയമില്ല, നമുക്ക് ഉമ്മയെ എവിടെ കൊണ്ടുവന്നാക്കാം. പൊന്നാര ചെറുപ്പക്കാരെ, അവിടെയുള്ള വൃദ്ധസദനത്തിലുള്ള മുഴുവൻ ഉമ്മമാർക്കും നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ ഉമ്മയെ കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ആക്കിയാൽ അള്ളാഹുവിന് നിങ്ങളുടെ ഒരു സൽക്കർമ്മവും വേണ്ട, നിങ്ങളുടെ ഒരു നോമ്പും പടച്ചവനിക്ക് വേണ്ട. ഉമ്മാന്ന് മാത്രല്ല ബാപ്പയായാലും. ഇൻഷാ അല്ലാഹ് ബാപ്പയെ പറ്റി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ നിസ്സാരം നമ്മൾ തള്ളിക്കളയുന്ന ഒന്നുണ്ടല്ലോ, അവരുടെ പൊരുത്തം വേണം. വഫിൽ വൽഇലാ തദിരി അലൈഹാ മശഖത്തു ഫമിൻ ഉസസിൻ മിൻഹൽ ഫുആദു യതീറു. ഇവിടെ ഇരിക്കുന്ന വയസ്സായ ഉപ്പമാരാണെങ്കിൽ പോലും, എന്റെ ഉപ്പമാരെ, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്രയാണ് ചുമന്നു കൊണ്ട് നടന്നത്. അവരിൽ പെട്ട പലരും ഇന്ന് പള്ളിപ്പറമ്പിലുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. എന്തിനേറെ മുഅ്മിനേ, നിങ്ങൾക്ക് കേൾക്കണോ? ബഗ്ദാദിന്റെ മണ്ണിലും മഴയില്ല, ബഗ്ദാദിന്റെ മണ്ണിലും മഴയില്ലാതെ എല്ലാം പറ്റി വരണ്ടോ. ആ സകലം സങ്കടമായിട്ട് കടന്നു പോവുകയാണ്. അന്നവിടെ ഉള്ള ആലിമായ സൂഫിയായ മനുഷ്യന്റെ നികത്ത് ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ നമുക്കും മഴയില്ല, ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ, എന്ത് പ്രയാസമാണ്. ആലിമായ സൂഫിയായ മനുഷ്യൻ ആളുകളെ മുഴുവനും വരാൻ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ചോദിക്കുകയാണ്, മഴയില്ലാത്ത സങ്കടം
സങ്കടമുണ്ടോ? അതേ, മഴയില്ലാത്ത സങ്കടമുണ്ട്. സൂര്യന്റെ ചൂട് വല്ലാതെ അടിക്കുന്നുണ്ടോ? സഹിക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചൂടാണ് തങ്ങളെ! മഴയില്ലാതെ എല്ലാ പാടവും പറ്റിപ്പോയി. എന്തിനേറെ എല്ലാം ചത്തുപോകുന്നൊരവസ്ഥ വന്നു പോവുകയാ. ഉടൻ തന്നെ പറഞ്ഞെന്തേ കാരണമെന്നറിയുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെയോ മക്കള് ഉമ്മയെ വെറുപ്പിച്ച മക്കളുണ്ടല്ലോ, ബാപ്പയെ വെറുപ്പിച്ച മക്കളുണ്ടല്ലോ, അവരെ കുറ്റപ്പെടുത്തിയ മക്കളുണ്ടല്ലോ, അവരെ കളിയാക്കിയ മക്കളുണ്ടല്ലോ. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കളിയാക്കിയിട്ട് ആ പ്രിയപ്പെട്ടവരോട് പൊരുത്തം ചോദിക്കാതെ അവരുടെ കാര്യം നോക്കിയിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ. അങ്ങനത്തെ മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല, അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല, അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല. ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോവുക, അടുത്ത വ്യാഴാഴ്ച തിരിച്ചു വരിക. ആളുകളെല്ലാം കടന്നുപോയി. അടുത്ത വ്യാഴാഴ്ച വന്നപ്പോ മഹാനുഭാവൻ ദുആ ചെയ്തു, പടച്ചവനേ, ഉമ്മാനെ വെറുപ്പിക്കാത്ത മക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ബാപ്പയുടെ പൊരുത്തം ചോദിച്ച മക്കൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് നല്ല മഴ കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ ദുആ ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കോരിച്ചൊരിക്കുന്ന മഴ കൊടുത്തുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്ക് മഴയില്ലല്ലോ, ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിക്കോ, മക്കളെ കാരണം വീടിന്റെ അകത്തട്ടില് എത്രയോ പ്രിയപ്പെട്ട ബാപ്പമാര് സങ്കടപ്പെടുന്നുണ്ട്, ഉമ്മമാര് സങ്കടപ്പെടുന്നുണ്ട്. മക്കളെ കാരണം വേദനയോടെ വീടിന്റെ അകത്തട്ടില് കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയില് അവരോട് നിങ്ങൾ പൊരുത്തം ചോദിച്ചോ, അല്ലാഹു നമുക്ക് മഴ തരുമല്ലോ. നാടുകളിൽ ഓരോ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവിടെയും നമ്മുടെ ഉമ്മയും ബാപ്പയുമുണ്ട്. ഉമ്മയെന്ന് മാത്രമല്ല ബാപ്പയുമുണ്ട്. ഈ രണ്ടുപേരുടെ പൊരുത്തമില്ല എന്നുണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കുന്നവരാണോ? അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. അവരെ വെറുപ്പിക്കുന്ന, അവര് പറഞ്ഞാൽ കേൾക്കാത്ത, എന്തിനേറെ മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞു, മക്കളെ ഭയക്കുന്ന ഉപ്പയും ഉമ്മയും വരുന്ന ഒരു കാലഘട്ടം വരും. അങ്ങനത്തെ കാലഘട്ടം വന്നാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഒന്ന്, റബ്ബ് മഴയെ തടഞ്ഞു വെക്കും. രണ്ടാമത്, അല്ലാഹു ആ കുടുംബത്തിൽ ദാരിദ്ര്യത്തെ അല്ലാഹു തരും. അല്ലാഹു രോഗങ്ങൾ അവനിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, തന്നുകൊണ്ടേയിരിക്കും. മക്കളെ കാരണം എന്ന് പേടിയ ആ മക്കള് പുറത്തു പോയ ബാപ്പക്ക് പേടി. അല്ലാഹുവേ, ഇന്ന് പല ചെറുപ്പക്കാരും ലഹരി മരുന്നിന്റെ അഡിക്റ്റുകളായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് വെറുതെ പറയല്ല. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ രാമനാട്ടുകരയില് വാളിന് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുവിടാമെന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആരക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വേറൊന്നുമല്ല ഉസ്താദേ, ഞാൻ അവിടെ നിന്ന് ലഹരി മരുന്നിൽ ഞാൻ പെട്ടുപോയി. ഒരു വെട്ടം അറിയാതെ പെട്ടതാണ്. പിന്നെ എനിക്കത് കിട്ടാതെ എനിക്ക് പറ്റൂല, പിന്നെ കിട്ടാതെ എനിക്ക് പറ്റൂല. അത് ഏകദേശം അത് ഞാൻ ഉപയോഗിച്ച് ആ ടൈം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു ഭ്രാന്തനെ പോലെയാവുകയാണ്. അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഈ റമളാനിക്ക് എനിക്ക് ഓർമ്മ വരാൻ. ഈ റമളാനിലാണ് ആ ചെറുപ്പക്കാരന്റെ കൈപിടിച്ചിട്ട് പറയുന്നത്, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, ഒരു വെട്ടം പെട്ടുപോയാൽ പിന്നെ ഊരിപ്പോകാം നിനക്ക് പാടാൻ. ആ കാരണം നിന്റെ ഉമ്മ കരയാൻ, നിന്റെ ബാപ്പ കരയാൻ. നിനക്ക് എവിടെ ചെന്നാലാണ് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? നീ എന്തൊക്കെ ചെയ്താൽ നിനക്ക് രക്ഷ കിട്ടൂല. അതുകൊണ്ട് സൂക്ഷിക്കണം. കൂട്ടുകാര് വിളിക്കുന്നിടത്തൊക്കെ പോകണമെന്നല്ല, അവരെ സ്നേഹിക്കണ്ട എന്നല്ല.
ഇനിയിപ്പോ ചില ആളുകൾ പറയും, ഒരു മുടി വളർത്തിയിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടാ പറയും അവനാള് കഞ്ചാവാണ്. എല്ലാം മുടി വളർത്തിയ ചെറുപ്പക്കാരൻ കഞ്ചാവെന്ന് പറയരുത്. എനിക്ക് തന്നെ അറിയാം, നന്നായി മുടി വളർത്തിയ 5 വക്തത്തും പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൻ എനിക്കറിയാം. മുടി വളർത്തി എന്ന് പറഞ്ഞ് എല്ലാരും കഞ്ചാവാക്കരുത്, അവനൊക്കെ ലഹരി മരുന്നിന്റെ ആളാന്ന് പറയരുത്. ഒരാളെ അല്ല പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റ് ഊഹാപോഹമാണ്. ഒരാളെ പറ്റി പറയലല്ല, ഏറ്റവും വലിയ തെറ്റ് ഊഹിച്ചു പറയലാണ്. അവനാള് ശരിയല്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല, അവനാള് ശരിയല്ല, അവൻ തെറ്റുകാരനാണ് എന്ന് പറയാറില്ലേ? ആ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലഘട്ടത്തിന്റെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാൻ, നിങ്ങൾ നമ്മുടെ ഉമ്മയെ വെറുപ്പിക്കരുത്. നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നിങ്ങൾക്കൊരു കുടുംബം വേണം, നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം വേണം. അതിന് ഇവിടം നിങ്ങളുടെ യുവത്വം മുതലേ നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തത്തോടെ, നിങ്ങളുടെ ബാപ്പയുടെ പൊരുത്തത്തോടെ നിങ്ങൾ മുന്നോട്ട് വാ. എന്നാ 100% നിങ്ങൾ വിജയിക്കും. അതേസമയം അവരെ കുറ്റപ്പെടുത്തി, അവരെ കളിയാക്കി, അവരെ ആക്ഷേപിച്ച്, അവരെ മോശക്കാരാക്കി, അവര് പറയുന്ന വാക്കുകളൊക്കെ ധിക്കരിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അള്ളാഹു നിന്നെ കരകയറ്റില്ല. ഏത് വഴിയിൽ പോയാലും പരാജയമാണ്. അതുകൊണ്ട് അവരെ മറന്നുകൊണ്ട് കിടക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അവരെ വെറുപ്പിക്കല്ലേ, അവരെ കുറ്റപ്പെടുത്തല്ലേ. ദൗമത്തുൽ ജുന്ദിൽ നിന്നൊരു പെണ്ണ് കരഞ്ഞിട്ട് വരികയാ. എവിടത്തേക്കാണ് വരുന്നതെന്നറിയോ? മസ്ജിദുൻ നബവിയിലേക്കാണ്. എന്റെ റസൂലുള്ള എവിടെയാണ്? എന്റെ റസൂലുള്ള എവിടെയാ? എന്റെ ഹബീബ് എവിടെ? അലിയാർ തങ്ങൾ പറഞ്ഞു, മോളെ നിന്റെ അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞു. മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഞങ്ങളോട് പറയുമോ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളോട് പറയില്ലല്ലോ, എനിക്ക് എന്റെ നബിയോട് പറയാനുള്ളതാ. അവസാനം നബി തങ്ങൾ വഫാത്തായെന്ന് പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, ഞാനൊരു സിഹ്ർ ചെയ്യുന്ന പെണ്ണാ, ഞാനൊരു സിഹ്ർ ചെയ്യുന്ന പെണ്ണാണ്, ആളുകൾക്കൊക്കെ മാരണം ചെയ്യുന്ന പെണ്ണാ. അല്ലാഹുവേ, ഏറ്റവും വലിയ തെറ്റല്ലേ, വൻ പാപങ്ങളിൽ പെട്ടതാണല്ലോ. എനിക്ക് തൗബയുണ്ടോ? എനിക്ക് എന്റെ മുത്തു നബിയോട് ചോദിക്കണമെന്നുണ്ട്. എന്റെ റസൂലുള്ള വഫാത്തായല്ലോ. ഉടൻ തന്നെ അലിയാർ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, മോളെ നിന്റെ ഉമ്മയുണ്ടോ? നിന്റെ ബാപ്പയുണ്ടോ? അതിന് പരിഹാരമായി നിനക്ക് ഇനി ചെയ്യാനുള്ളത് നിന്റെ ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്യലാണ്, നിന്റെ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. അതല്ലാത്ത ഒരു പരിഹാരം ഇല്ലല്ലോ മോളെ. വൻപാവങ്ങളിൽപ്പെട്ട ഒന്നാണ് സിഹ്ർ ചെയ്യ, മാരണം ചെയ്യ, മറ്റുള്ളവനിക്ക് വേണ്ടി അവന്റെ കട പൂട്ടിക്കാൻ വേണ്ടി ചെയ്യ. പൊന്നാര മുഹബ്ബീങ്ങളെ, സഹോദരങ്ങളെ, ഈ പെണ്ണ് വന്നപ്പോ പറയാണ്, അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്, നിന്റെ ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ അവർക്ക് നീ സേവനം ചെയ്യേ, അവർക്ക് നീ സേവനം ചെയ്യ്. എന്നാ നിനക്ക് രക്ഷപ്പെടാമെന്നാണ്, എന്നാ നിനക്ക് വിജയിക്കാമെന്നാണ്. ഉമ്മതെന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്താ ഉള്ളത്? എന്തിനേറെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് സുബ്ഹാനല്ലാഹ് ഒരു മകനതാ ഉമ്മയെ എടുക്കുകയാണ്. എടുത്തിട്ട് തോളിലേക്ക് ഇടുന്നുണ്ട്, ഉമ്മാനെ കൊണ്ടുപോവുകയാ. എന്തിനാണ് ഉമ്മയെ കൊണ്ടുപോകുന്ന എന്നറിയോ? ഉമ്മ തന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മയെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് മകൻ പോവുകയാണ്. നടക്കുമ്പോ ഉമ്മ ചെയ്ത ഒരു പണി എന്തെന്നറിയോ? തന്റെ വീട്ടിന്റെ മുൻവശത്തുള്ള വൃക്ഷത്തിൽ നിന്ന് പച്ച ഇലകളങ്ങ് കൈകൊണ്ട് പറിച്ചിട്ട് അതിനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് ഉമ്മയങ്ങ് കയ്യിൽ വെക്കുകയാണ്.
കൊണ്ടുപോവുകയാണ്. ഈ മകൻ ഇങ്ങനെ ഉമ്മയെ കൊണ്ടുപോകുന്ന വഴിയോരത്ത് മുഴുവനും ഉമ്മ ഇങ്ങനെ വിതറുകയാണ്. അവസാന ഉമ്മയെ കൊണ്ടുവന്ന് ഒരു പാറയുടെ പുറത്തിരുത്തിയിട്ട് മകനവിടന്ന് പിരിയാ നേരെ ഉമ്മ പറഞ്ഞു, മോനെ പെട്ടെന്ന് പൊക്കോ, നേരം ഇരുട്ടി വരുന്നല്ലോ, സന്ധ്യയാകുന്നല്ലോ, വന്യജീവികളുള്ള സ്ഥലമാണ് മോനെ, അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകോ. മകൻ പറഞ്ഞു, തള്ളേ നിങ്ങളുടെ ഒരൗദാര്യം എനിക്ക് വേണ്ട, നിങ്ങളുടെ ഒരൗദാര്യം എനിക്ക് വേണ്ട. അവസാന ഉമ്മാന്റെ വാക്ക് കേട്ടു മകൻ പോവുകയാണ്. ഒരു വെട്ടമല്ലല്ലോ, രണ്ട് വെട്ടമല്ലല്ലോ, മൂന്ന് വെട്ടമല്ലല്ലോ, 17 തവണ വഴിതെറ്റി. അവസാന ഉമ്മയോട് പറയുന്നു, ഉമ്മ ഒന്ന് പറഞ്ഞു തരുമോ, നിങ്ങൾ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞവരല്ലേ, ഒന്ന് പറഞ്ഞിട്ട് തുലക്കാമോ? ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാന്റെ കൺമുമ്പിൽ കിടക്കുന്ന പച്ച ഇലകൾ കണ്ടോ? ഈ ഇലകൾ എവിടം വരെയാണ് കാണുന്നത്? ആ ഇലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നോ, നിനക്ക് നിന്റെ വീട്ടിലേക്ക് എത്താ. ഉമ്മ വഴി പറഞ്ഞു കൊടുക്കുമ്പോ മകനവിടന്ന് ഉമ്മ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പടച്ചവനെ വീടിന്റെ വെളിച്ചമങ്ങ് കാണുകയാണ്. ഒരൊറ്റ ഓട്ടമാ ഉമ്മാന്റെ മുമ്പിൽ വരുമ്പോ ഉമ്മ പാറയുടെ പുറത്തിരുന്നു കൊണ്ട് കരയുകയാണ്, കരഞ്ഞിട്ട് ദ്വാരക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പൊന്നമകൻ അറിവില്ലാത്തവനാണ്, അവനൊരു പാവപ്പെട്ടവനാണ്, അവൻ അറിവില്ലാതെ ചെയ്തു പോയത്, അവന് മാപ്പ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോ ഉമ്മാന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാ ഇല്ല ഉമ്മ, ഇനി എന്റെ ഉമ്മയെ കൊണ്ട് കളയില്ലല്ലോ, എന്റെ ഉമ്മയെ ഞാൻ നോക്കുമല്ലോ, എന്റെ ഉമ്മാനെ വെറുപ്പിച്ചിട്ട് പോലും, എന്റെ ഉമ്മയെ കളിയാക്കിയിട്ട് പോലും, എന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് പോലും എന്നോട് സ്നേഹം കാണിച്ച ഉമ്മ, എന്റെ ഉമ്മ എന്റെ സ്വർഗത്തിന്റെ റാണിയാ ഉമ്മ. നിങ്ങളെ ഞാൻ അത്രയും വേദനിപ്പിച്ചിട്ടും, ഞാൻ അത്ര കളിയാക്കിയിട്ടും, ഞാൻ അത്ര കുറ്റപ്പെടുത്തിയിട്ടും എന്റെ ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സ്നേഹം തന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാണു മകൻ ഉമ്മാനെ. എന്തിന്? വലിയ വീട് വെച്ചപ്പോ വീട്ടിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഉമ്മയെ എടുത്തുകൊണ്ട് കളയാൻ വേണ്ടി പോയി വന്യജീവികളുള്ള സ്ഥലത്ത്. ഉമ്മ പറഞ്ഞടാ, വഴി തെറ്റിയിട്ടുണ്ട് മോനെ, ഉമ്മ എനക്ക് വഴി പറഞ്ഞു തരാം, നീ അത് നോക്കിയിട്ട് പൊക്കോ. ആരാ ഈ പറയുന്നത്? വന്യജീവികൾ ഉമ്മയെ കൊണ്ടുപോയി കൊടുത്ത മകനോട് ഉമ്മ പറയാടാ, നീ പൊക്കോ മോനെ, ഞാൻ പറഞ്ഞു തരാം. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. നമ്മൾ എത്ര കുറ്റപ്പെടുത്തിയാലും, നമ്മൾ എത്ര വഴക്കുണ്ടാക്കിയാലും, നമ്മൾ എത്ര ആക്ഷേപിച്ചാലും, അല്ലെ, നമ്മൾ വഴക്കുണ്ടാക്കി, നമ്മളാ ഉമ്മാനോട് വഴക്കുണ്ടാക്കിയിട്ട് കിടന്നാലും ഉമ്മ വന്നിട്ട് വാതിലി മുട്ടും, മോനെ എഴുന്നേക്കടാ, വല്ലത് കഴിച്ചിട്ട് കിടക്കും മോനെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങ്. ഇല്ലേ? വാപ്പ ചോദിക്കും, അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കണ ഓരോ ഉപ്പമാരങ്ങനെ, അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഉമ്മ പറയില്ല, അവൻ എന്തോ ചെറുതായിട്ട് അവന് പ്രഷർ കയറി എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ പോയി കിടക്കുന്നുണ്ട്. നമ്മുടെ വാപ്പയും വന്നിട്ട് വിളിക്കും, മോനെ എഴുന്നേക്കട, വല്ലതും കഴിച്ചിട്ട് കിടക്കും. ഉമ്മ അങ്ങനെ പലതും പറയും. വാപ്പ അങ്ങനെ പറയുന്നത് ഉമ്മാനെ കുറ്റപ്പെടുത്താനല്ല, അവൻ വല്ലതും കഴിക്കണം എന്ന്. പണ്ടത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഏത് ആൺമക്കള് ചോദിക്കും, ഉമ്മ വാപ്പ വല്ലതും കഴിച്ചിട്ടാണോ കിടക്കണത്? വാപ്പ എന്തെങ്കിലും കഴിച്ചോ? കഞ്ഞെങ്കിലും കൊടുക്കാറുന്നില്ലേ? ഏത് മക്കളാ? വിരളിൽ എണ്ണാവുന്ന മക്കള് മാത്രം, വിരളിൽ എണ്ണാവുന്ന മക്കള് മാത്രം ചോദിക്കും, വാപ്പാന്റെ അസുഖം കുറവുണ്ടോ? വാപ്പാക്ക് എങ്ങനെയുണ്ട്? കുറവല്ലേ വാപ്പമാരെ? ഇന്ന് വാപ്പയെ കണ്ടാൽ ദജ്ജാലിനെ കാണുന്ന മാതിരി വേറെ വഴി കൂടെ പോണ മക്കളുടെ കാലഘട്ടം ഇല്ലേ? വാപ്പ വഴിയിലും കാണാൻ വരുന്ന കണ്ടാൽ നേരെ പള്ളി കയറി ഒളിക്കും. പള്ളി കയറി ഒളിച്ചിട്ട് വാപ്പ പോകുമ്പോ വീണ്ടും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇല്ലേ? പൊന്നാര വാപ്പമാര് ഈ കാലഘട്ടം
മോശ ദുആ ചെയ്തോ റബ്ബിനോട്, എന്റെ ഉപ്പയെ പോലെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോ, ഒരിക്കലും അവരെ മറന്നിട്ട് പോകരുത്. ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് വേണ്ടേ, ഒരുപാടൊന്നും പറയില്ല, വളരെ കുറച്ചേ പറയുള്ളൂ. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ നിന്നെ മോനേന്ന് വിളിച്ച, നിന്നെ സ്നേഹത്തോട് വിളിച്ചൊരു വിളിയുണ്ടല്ലോ, ആ വിളിക്കു പകരം പോലും നീ എന്തു കൊടുത്താലും മതി വരില്ല. ഉമ്മ മരിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം അല്ലേ? മഹാനായ മുൻകദിർ റഹിമഹുല്ലാ, അലി ഇബ്നു മുൻകദിർ റഹിമഹുല്ലാ, ഉമ്മ എന്ന് പറഞ്ഞ ഭയങ്കര സ്നേഹമാണ്. ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ കൂടെ ഇരിക്കുള്ളൂ, പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ 2 പാത്രത്തിൽ നിന്ന് കഴിക്കുക. ഇത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, തങ്ങളെ, നിങ്ങൾ ഉമ്മ എന്ന് പറഞ്ഞ ജീവനല്ലേ, പിന്നെന്താ നിങ്ങൾ ഉമ്മാടെ പാത്രത്തിൽ നിന്ന് കഴിക്കാത്തത്? മഹാനായ അലി ഇബ്നു മുൻകദിർ റഹിമഹുല്ലാ പറഞ്ഞു, ഞാനും എന്റെ ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോ എന്റെ ഉമ്മയുടെ മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാനെങ്ങാണെടുത്ത് കഴിച്ചു പോയാൽ എന്റെ ഉമ്മാക്കത് കിട്ടില്ലല്ലോ. ഞാനെങ്ങാനും എടുത്ത് കഴിച്ചു പോയാൽ എന്റെ ഉമ്മാക്കത് കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എന്റെ ഉമ്മയോടൊപ്പം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാത്തത്. അതല്ലാതെ എന്റെ ഉമ്മയോട് എനിക്ക് വെറുപ്പില്ലായിട്ടല്ല, എനിക്ക് എന്റെ ഉമ്മയോട് എനിക്കൊരു വെറുപ്പില്ല, എന്റെ ജീവനാണ്. പൊന്നാര സഹോദരങ്ങളെ, നമ്മളെ പ്രസവിച്ച്, ഞാൻ ചോദിക്കട്ടെ, ചുമട്ടെടുക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരു വലിയ വെയിറ്റുള്ള ഒരു കല്ലെടുത്തിട്ട് 1 മണിക്കൂർ വെച്ച് നടക്കാൻ പറ്റുമോ? ഒരു കല്ലെടുത്തിട്ട് 1 കിലോ ഉള്ള ഒരു കല്ലെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? 10 മാസക്കാലം നമ്മളെ ചുമന്നുകൊണ്ട് നടന്നു നമ്മുടെ ഉമ്മ. ഉറക്കാമീൻ അള്ളാഹു അതിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അവർ നമ്മളെ സ്നേഹത്തോട് വിളിച്ച വിളി, ആ വിളിക്ക് പകരം കൊടുക്കൊന്നുമില്ല. അതുകൊണ്ട് ഉമ്മ ജീവിച്ചിരിക്കും അവർക്ക് സ്നേഹം കൊടുക്കില്ലേ? മാമാരം ഗോച്ചിടോമി അരികത്തെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കൂരിരുൾ നീന്തിടോമി അരികത്തെ പള്ളിപ്പറമ്പില നെഞ്ചുമ്മ, കുട്ടിക്കളി മാറും കാലത്തും മുമ്പാകെ വിട്ടു പിരിഞ്ഞില്ലേ പാപ്പയും, പിന്നെ കരളിലെ മാണിക്കല്ലായി മാറത്തോളു പിച്ചതാടുമ്മ, മാസം 10ഓളം ചുമന്നുള്ളോരുമ്മ, മാടി വിളിച്ചാലി പോതിത്തമ്മുമ്മ, മാനം ഭൂമിയോളം ക്ഷമപേറും ഉമ്മ, മൗത്ത് വരെ എന്നെ ഓർത്തെന്റെയുമ്മ, മാറം നീട്ടകം നീ എവിടെ പോയാലും കരളിൽ ഉണ്ടുമ്മ, ദുആ കൊണ്ട് തുടരും എന്റുമ്മ, മാനേ തേനേ എന്നുള്ള വിളിയിലെ സ്നേഹം മറക്കുന്നതെങ്ങീനാ, താലോല പാട്ടോണ്ട് ഞാനുറങ്ങിയ രാവുകളേറെയും ഓർമ്മയാ, മാനേ തേനേ എന്നുള്ള വിളികളും നമ്മൾ മറക്കുന്നതെങ്ങീനാ. ഉമ്മ നമ്മളെ സ്നേഹത്തോട് വിളിക്കുമ്പോ എന്താണ് അവർക്ക് വിളിക്കേണ്ടതെന്ന് അറിയില്ല. മോനെന്നാണോ, അതല്ല തങ്കക്കുടമെന്നാണോ, ഉമ്മാന്റെ കുട്ടിന്നാണോ? ഉമ്മാക്കൊരു സംസാരമുണ്ട് നമ്മളോട്. ഇനി മക്കൾക്ക് ഇനി 40 വയസ്സായാലും നിങ്ങൾ ഉമ്മാന്റെ അരികത്ത് പോയേ, ആ ചുക്ക് ചുളഞ്ഞ ആ ചുണ്ടുകൾ കൊണ്ട് നമുക്കൊരു മുത്തം തരുമ്പോ അതൊരു സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്, സന്തോഷത്തിന്റെ വഴിയ. നിഷ്കളങ്കമായ ഉമ്മാക്കും ബാപ്പാക്കും എന്ന് പറഞ്ഞ മക്കൾ ഇനി എത്ര വയസ്സായാലും അവർക്കും മക്കളാണ്. ഞാൻ വലിയ മുതലാളിയാ, അവരുടെ മുമ്പിൽ അതൊന്നുമില്ല.
അവൻ മുതലാളിയാകട്ടെ, മുതലാളി അല്ലാതിരിക്കട്ടെ, സമ്പത്തുള്ളവനാകട്ടെ, വലിയ ബെൻസ് കാറുള്ളവനാകട്ടെ, അതൊന്നും ഉമ്മാന്റെ വാപ്പാന്റെ മുമ്പിൽ ഒന്നുമല്ല. അവർക്ക് നിങ്ങൾ കൊച്ചുമക്കളാണ്, അവർക്ക് നിങ്ങൾ കൊച്ചുമക്കളാണ്. ഈ തൊട്ടടുത്ത് ഞാൻ ഒരു വൃദ്ധസദനത്തിൽ പോയപ്പോ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ എന്റെ ഏതെങ്കിലും ഒരു മകൻ ഒന്ന് വന്ന് കാണാൻ വേണ്ടി മോനെന്ന് ദ്വാരക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ഈ വൃദ്ധസദനങ്ങൾ ഞാൻ സന്ദർശിക്കും. അവിടെയുള്ള ഉമ്മമാരോടൊപ്പം കുറച്ചേരം ഇരിക്കും, അവർക്ക് നല്ല പാട്ടൊക്കെ പാടിക്കൊടുക്കും. അത് എനിക്കൊരു സന്തോഷാണ്. അതിൽപ്പെട്ട ഒരു ഉമ്മ പറയാ, മോനെ എന്റെ ഒരു മകൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഉമ്മയോട്, എന്റെ കൂടെ എപ്പോഴും വരുന്ന മിക്കുള്ള സ്ഥലത്തും പല സ്ഥലങ്ങളിൽ വരുന്ന കൂട്ടുകാർ ഇവിടെ ഉണ്ട്, അവരും കേട്ടിട്ടുള്ളതാ. ഞാൻ ചോദിച്ചു, ഉമ്മ എത്ര മക്കളുണ്ട്? പൊന്നാര വാപ്പമാര് 6 മക്കളുണ്ട്, 2 പെണ്ണും ബാക്കി ആണുങ്ങളും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവരൊക്കെ ഇവിടെ വരും? മോനെ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലം അടുപ്പിച്ചായി, വിളിക്കെങ്കിലും ചെയ്യൂ? ഒന്നുമില്ല, അവര് പാവങ്ങളാണ് ഉസ്താദെ, അവര് പാവങ്ങളാണ്. ആരാ ഈ പറയുന്നത്? ഉമ്മ പറയാൻ, അവർക്ക് ദ്വാരക്കണേ ഉസ്താദെ. ആരാ ഇത്? ഉമ്മയെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലേക്ക് ഇട്ട ഈ മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ പറയുന്നത് നമ്മുടെ ഉമ്മയാണ്. അതാണ് ഉമ്മ എന്ന് പറഞ്ഞാല്, അതാണ് ഉമ്മ എന്ന് പറഞ്ഞാല്. എന്തിനേറെ നമ്മൾ വിദേശികളായ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രവാസികൾ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കാസർഗോഡ് പിന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവാസികളാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഫോണിൽ വിളിച്ചു, ഭാര്യ സംസാരിച്ചു, ഇക്ക കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, നാളെ മറ്റേ കല്യാണം, അപ്പുറത്ത് ഇവിടെ കല്യാണം, മറിച്ചടുത്ത് ഇവിടെ കല്യാണം, നാളെ മോന്റെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാര്യ സംസാരിച്ചു, ഉമ്മ ഉണ്ടാകും വീട്ടിൽ. എന്നാ മോളെ എന്റെ ഉമ്മാന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും, വാപ്പ ഉണ്ട് അവിടെ, ഉപ്പാന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. കുറവാണ്. അതേസമയം ഉമ്മാന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറയുമ്പോ ആ ഉമ്മയെങ്കാണം ഫോൺ മേടിച്ച പാടെ ഉമ്മ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, മോനെ പാലിന്റെ കണക്കല്ല, അല്ലെങ്കിൽ ഇവിടത്തെ കണക്ക്, പിന്നെ ഇവിടത്തെ കടത്തിന്റെ കണക്കല്ല, മറ്റുള്ള വീടുകളിലെ കല്യാണത്തിന്റെ കാര്യല്ല. ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? മോനെ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു ശരീരം അത് നമ്മുടെ ഉമ്മയാണ്. ഇല്ലേ? ശബ്ദമൽപ്പം മാറിയാൽ മതി. ഇതറിയുന്ന ആദ്യത്തെ ഡോക്ടർ ഉമ്മയാണ്. അവരെ നമ്മളൊന്നും മറന്നുപോയി. അവർ രോഗമായി കിടക്കുമ്പോ അവരുടെ അടുത്ത് പോകാറില്ല. അവരെ വെറുപ്പിച്ചാൽ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമ്മയെ ബാപ്പയെ വെറുപ്പിച്ചു പോയാൽ അല്ലാഹു പിന്നത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കില്ലല്ലോ. എന്തിനേറെ പല വാളിന്റെ സദസ്സിലും ഞാൻ പറഞ്ഞു പോയ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാ. പടച്ചവനെ, ഇതുപോലെ വാളിന് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ എന്റെ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ ഒരു വാഹനം ചീറിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. എന്റെ കൂടെ വാഹനം ഓടിച്ച അന്ന് ഒരു സയ്യിദായിരുന്നു. ഞാൻ പറഞ്ഞു, തങ്ങളെ അവർ അത്യാവശ്യക്കാരാണ്, അവര് പോട്ടെ. ആ സമയത്ത് അവര് നമ്മുടെ വാഹനത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് വന്നു നിൽക്കുകയാണ്. വാഹനത്തിന്റെ മുമ്പിൽ അവര് വന്നു നിന്നു. അതിൽ നിന്ന് 2 ചെറുപ്പക്കാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളോട് കൂടെ ഉള്ള ഒരു ചെറുപ്പക്കാരനെ സംസാരിക്കണമെന്നുണ്ട്. പെട്ടെന്ന് ഇപ്പൊ നമ്മളായാലും ആരായാലും പേടിച്ചു പോകൂലേ? നമ്മൾ വാഹനം കയറ്റി വിട്ടു, ഈ വാഹനം നമ്മുടെ വാഹനത്തിന്റെ തൊട്ട് മുമ്പിൽ വന്നു നിന്നാല് ഞാനപ്പൊ ചിന്തിച്ചു, റബ്ബേ, എവിടെയും വാഹനം കൊടുത്തിട്ട് പോകാതെ ഇരുന്നിട്ടില്ല, പിന്നെ ഇനിയിപ്പോ എന്താ ഇപ്പൊ കേൾക്കണ്ട, ഇപ്പൊ റഹ്മാടെ ആൾക്കാർ കണ്ട ഓടിച്ചിട്ടടിക്കും. എന്നാലും പറയാൻ എവിടെ അൽഹംദുലില്ലാ. പിന്നെന്താ പറ്റിയത്? 2 ചെറുപ്പക്കാര് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളോട് സംസാരിക്കണം. ഒരു ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ എവിടത്തേക്കാൾ? അവര് പറഞ്ഞു, ഇന്നത്തെ വാളിന്റെ മജ്ലിസ് ഇവിടെ അല്ല കേട്ടോ, ഇന്നത്തെ വാളിന്റെ മജ്ലിസിലാണ്. അപ്പൊ എന്റെ കൂടെ ഉള്ള സയ്യിദ് അവർ 8 കൊല്ലം എന്റെ കൂടെ ഉണ്ടായിരുന്നു. മൂപ്പര്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഉസ്താദെ, അങ്ങോട്ടാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ നമ്മുടെ വണ്ടി കയറിക്കോട്ടെ. ആ ചെറുപ്പക്കാരൻ നമ്മുടെ വാഹനത്തിൽ കയറി. ഞാൻ നിങ്ങളുടെ സമയം കൊന്നുകളയാൻ വേണ്ടി പറയല്ല. വാഹനത്തിൽ കയറി ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, അല്ല, എന്താ നിനക്കൊരു വിഷമം പോലെ, എന്താ സംഭവം പറഞ്ഞു? ഇദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, മനസ്സിന് വല്ലാത്ത വേദനയാണ്, മനസ്സു വല്ലാത്ത ദുഃഖമാ.
എനിക്കൊരു ഉമ്മയുണ്ടല്ലോ. എന്റെ ബാപ്പ എന്റെ ചെറുപ്പത്തിലെ വിട പറഞ്ഞു പോയതാണ്. എന്നെ പൊന്നു പോലെ നോക്കിയത് എന്റെ ഉമ്മയാ. എന്റെ ഉമ്മാക്കൊരു രോഗമുണ്ട്, കാലിന്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന രോഗമാ. എനിക്ക് 23 വയസ്സായപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഒരു കല്യാണം കഴിക്കുമോ? അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു ഉസ്താദേ. അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു. ആ പ്രിയപ്പെട്ട കുരുന്നു മക്കളും ഞാനും എന്റെ ഭാര്യയുമായി കഴിഞ്ഞുകൂടുമ്പോ എന്റെ ഉമ്മാക്ക് രോഗം മൂർച്ഛിക്കുകയാ. പാതിരാത്രിയിൽ എന്റെ ഉമ്മ ടോയ്ലറ്റിലേക്ക് പോകാ എഴുന്നേക്കുമ്പോ അവിടെ നിന്ന് വീടിന്റെ പണി നടക്കുകയാ. അവിടെ കിടന്നിരുന്ന വയറിൽ തട്ടിയിട്ട് ഉമ്മാന്റെ കാല് പിടഞ്ഞിട്ട് മറിഞ്ഞു വീണു. 2 കാലുകളും ഒരു കൈയും ഒടിഞ്ഞു പോയി. അത്ര ബലമേ ഉമ്മാക്കുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കിടത്തുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും 2 മക്കളും നിങ്ങളുടെ ഉമ്മയുടെ മലമെടുക്കാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ ഉമ്മയെ കുളിപ്പിക്കാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ ഉമ്മയുടെ കാര്യം നോക്കാൻ എന്നെ കിട്ടൂല. ഒന്നുകിൽ ഞാനും നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഉമ്മായും. അവസാനം ഞാൻ പറഞ്ഞു, മോളെ ഈ സമയത്ത് എങ്ങനെയാണ് ഉമ്മയെ ഒഴിവാക്കുന്നത്? ഉമ്മയുടെ കാലിന്റെ പ്ലാസ്റ്റർ എടുക്കട്ടെ, ഉമ്മയുടെ കൈയിന്റെ പ്ലാസ്റ്റർ എടുക്കട്ടെ, അത് കഴിഞ്ഞാ നമുക്ക് എന്തെങ്കിലും ചെയ്യാ. അവസാന ഉമ്മാന്റെ കൈയുടെ കാലിന്റെ പ്ലാസ്റ്റർ എടുക്കുമ്പോ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ നമുക്കൊരു യാത്ര പോകാം. എന്റെ ഉമ്മ കുറച്ച് ഡ്രസ് കൂടുതൽ എടുക്കുമോ? എന്റെ ഉമ്മ എല്ലാം എടുക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് ഒരു കെട്ടിടത്തിന്റെ മുമ്പിലെത്തിയപ്പോ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാ ഉമ്മ. ഉമ്മ ചോദിച്ചു, മോനെ അതിനെനിക്കൊരു കുഴപ്പമില്ലല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, എന്റെ മരുമകളുണ്ടല്ലോ, എന്റെ പേരമക്കളുണ്ടല്ലോ, പിന്നെ എനിക്കെന്തിനാണ് ആ ഒരു പേടി? ആ സമയം ഉസ്താദേ ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഇല്ല ഉമ്മ, ഇല്ല ഉമ്മ, ഞങ്ങളില്ല. എന്റെ ഉമ്മ തനിച്ചല്ല, എന്റെ ഉമ്മയെ പോലെ ഉള്ളവർ ഇവിടെയുണ്ടുമ്മ. കേട്ടപ്പോ തന്നെ ഉമ്മാക്ക് മനസ്സിലായി ഇതൊരു വൃദ്ധസദനമാണെന്ന്. പക്ഷേ ഉമ്മ നിറപുഞ്ചിരിയോടെ എന്റെ ഉമ്മ കടന്നു പോകുമ്പോ എന്റെ ഉമ്മാന്റെ കയ്യിലുള്ള ബാഗ് അങ്ങ് പിടിച്ചിട്ട് ഉമ്മ എന്റെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചല്ലോ. എന്തിനാണ് ആ ചിരിയെന്നറിയോ? ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴും എന്റെ മകൻ കരയാൻ പാടില്ലല്ലോ, എന്റെ മകൻ വിഷമിക്കാൻ പാടില്ലല്ലോ, എന്റെ മകൻ ദുഃഖിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ ചിരിച്ചു പോയത്. അവസാനം ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് 1.5 ലക്ഷം രൂപ ശമ്പളക്കാരനാണ് ഞാന് ഉസ്താദേ വർക്കലയില്. അതായത് ഇന്ന് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് വർക്കല. അവിടെ നിന്ന് ഞാൻ എന്റെ ഓഫീസിലേക്ക് പോകാൻ എന്റെ വാഹനത്തിൽ കയറിയിട്ട് ഞാൻ യാത്ര തിരിച്ചതാണ്. എതിർദിശയിലൂടെ കടന്നു വന്ന വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ എന്നെ എടുത്തിട്ടില്ല. അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കിടന്നുകൊണ്ട് കണ്ണു തുറക്കുമ്പോ എന്റെ 2 കാലുകളില്ലല്ലോ. മനസ്സു വല്ലാതെ പൊട്ടിപ്പോവുകയാണ്, മനസ്സു വല്ലാതെ പിടഞ്ഞു പോയി. അല്ലാഹുവേ, എന്റെ 2 കാലുകൾ എവിടെ പോയി റബ്ബേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. ഉമ്മയെ വെറുപ്പിച്ചവനാണോ, ബാപ്പയെ വെറുപ്പിച്ചവനാണോ, അവനെ കുറ്റപ്പെടുത്തിയവനാണോ, അവരെ കളിയാക്കിയവരാണോ, നാളെ അല്ലാഹു നാളെ ഖിയാമത്ത് നാൾ വരെ മാറ്റി വെക്കില്ല. അല്ലാഹു ഉടൻ തന്നെ ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാ. അല്ലാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു അതിന്റെ ശിക്ഷ കൊടുക്കുമെന്നാണ്.
ഉസ്താദേ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവരും എന്നെ വെറുത്തു. ഉമ്മാനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയപ്പോ ഉമ്മയുടെ ആൾക്കാർ പിന്നെ വരാറില്ല. ആകപ്പാടെ ഉള്ള പ്രതീക്ഷ ഭാര്യയും മക്കളാ. ഈ എഴുത്തൊന്ന് വായിക്കുമോ? ഇന്ന് ഞാൻ ആ എഴുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉസ്താദേ എഴുത്ത് വായിക്കുമോ? ഞാൻ ആ എഴുത്ത് വായിച്ചപ്പോ ഖൽബ് പൊട്ടിപ്പോയി. എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയോ? അല്ലയോ ഇക്കാ, രണ്ട് കാലുകളില്ലാത്ത ഒരാള് എങ്ങനെയാണ് ഭർത്താവായിട്ട് കൊണ്ടു നടക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കൈപിടിച്ചവള് കടന്നുപോയി. അയൽവക്കത്തുള്ള ചെറുപ്പക്കാരന്റെ സഹായത്തോടെയാ ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ മുട്ടുകയാണ്. ആരാണ് മുട്ടുന്ന എന്നറിയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിന്റെ വാതിൽ തുറക്കുമ്പോ എന്റെ ഖൽബങ്ങ് പൊട്ടിപ്പോയി. അല്ലാഹുവേ, ആരെയാണോ ഞാനങ്ങ് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത്? എന്റെ ജീവന്റെ ജീവനായ ഉമ്മയാ. ഒരു വടിയിടിച്ച് പിടിച്ചു വരുന്ന മോനെ, എന്ത് പറ്റിയടാ നിനക്ക്? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരില്ലായിരുന്നു, ഞാൻ നിന്റെ മുമ്പിലേക്ക് വരില്ലായിരുന്നു. പക്ഷേ ഒരു ഉമ്മയെ കാണാ ഒരു മകൻ വന്നപ്പോ ആ മകൻ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് രണ്ട് കാലുകളും മുറിച്ചു മാറ്റി കിടക്കുകയാ. മക്കള് പോയല്ലോ, ഭാര്യ പോയല്ലോ, എല്ലാവരും പിരിഞ്ഞു പോയല്ലോ, ഇന്ന് പട്ടിണിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേ എത്രയായാലും ഞാനൊരു ഉമ്മയല്ലേ പൊന്നുമോനെ, അതുകൊണ്ട് വന്നതാടാ. നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറയുമ്പോ ഉസ്താദേ, എന്റെ ഉമ്മാനെ ഞാനങ്ങ് ചേർത്ത് പിടിച്ചു. ഉമ്മ എത്ര കൊതിച്ചുവെന്നറിയോ, എത്ര ആഗ്രഹിച്ചെന്നറിയോ? എന്റെ ഉമ്മ ഒന്ന് വരാൻ, ഈ കൈകൾ എന്റെ തലയിലൊന്ന് തൊടാൽ, എന്റെ ഉമ്മാന്റെ കാൽക്കൽ വീണിട്ട് പൊരുത്തം ചോദിക്കാൻ ഞാൻ എത്ര കൊതിച്ചുവെന്നറിയോ? അന്ന് മുതല് എന്റെ ഉമ്മയാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, എന്റെ ഉമ്മയാണ് എനിക്ക് വെള്ളം തരുന്നത്, എന്റെ ഉമ്മയാണ് എനിക്ക് ഗുളിക തരുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഉമ്മാനെ വാപ്പാനെ വെറുപ്പിച്ചിട്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ സുഖിക്കാമെന്ന് വിചാരിച്ചാൽ അല്ലാഹു സമ്മതിക്കൂല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുമോ? അവരെ വെറുപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ നടന്നാൽ അല്ലാഹുവേ, നമുക്കവിടെ വിജയമില്ലെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മണിദീപമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കൊന്ന് പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണ്ട, ചുരുക്കിക്കൊണ്ടുവരാൻ, ഇരുത്തി പ്രയാസപ്പെടുത്തൂല. ഒന്നാം നിർത്താറായെന്നുള്ളതിന്റെ സൂചനയും കിട്ടി. അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയാ. ആമീന് പൈസ കൊടുക്കണ്ട. ഇത് ബക്കറ്റ് ഇപ്പൊ കൊണ്ടുപോകാനല്ലേ? ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ഇടയിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഹദിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഇൻഷാ അല്ലാഹ് അടിക്കും. ഈ ബക്കറ്റുകൾ ഞാൻ ഉപ്പാനെ പറ്റി പറയാൻ പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ചു നേരം, ഒരു 10-20 മിനിറ്റ്, അതിനുശേഷം നമുക്ക് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് അവർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവരുടെയും സ്വതക്കകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ ഈ ഉള്ള ബക്കറ്റിലേക്കുള്ള സംഭാവന നിങ്ങൾക്ക് ലക്ഷക്കണക്കാന അല്ല കോടികൾ തന്ന ഉപ്പമാരുണ്ട്. ആ പ്രിയപ്പെട്ട ഉപ്പാക്കും ബാപ്പാക്കും വേണ്ടിയിട്ട് കൊടുക്കണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ പറഞ്ഞ അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ്. നിങ്ങളുടെ ഇരുത്തം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എവിടെ വാതിന് പോയാലും ഞാൻ ഇങ്ങനെ ചോദിക്കും, ആളും പേരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അതല്ലാതെ വലിയ സദസ്സ് വേണമെന്ന് എനിക്കില്ല. ഇന്ന് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടാ പറയില്ല, ആൾക്കാർ വന്നോട്ടെ, നമുക്ക് വാതാരംഭിക്കാന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ ഈ വാളിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ പൊന്നാര ഉപ്പമാരെ നമുക്കൊരിക്കലും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഇവിടെ വന്നത് ഇവിടെ കിടക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാഇന്റെ സന്തോഷത്തിലാണ്. അവർ നമ്മളെ സ്വീകരിക്കും.
സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ വേദിയിൽ ഇരിക്കണം. അതിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ ബറക്കത്തായിരിക്കും ഈ സമയം നമ്മുടെ ഉമ്മ ചിരിക്കുന്നത്, നമ്മുടെ ബാപ്പ ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും അവരെ വെറുപ്പിക്കരുത്. അവരെ വെറുപ്പിച്ചാൽ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ മാറ്റി വെക്കൂല. അല്ലാഹു ഉടൻ അതിന്റെ ശിക്ഷ തരും. 1.5 ലക്ഷം രൂപ ശമ്പളം മേടിച്ച ഷഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ മഹല്ലിലാണ്, സ്വന്തം മഹല്ലിലാണ് ഞാൻ അൽഹംദുലില്ലാഹ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ നാട്ടില് അവിടെ മിക്കുള്ള ദിവസവും മിക്ക വെള്ളിയാഴ്ചയും അദ്ദേഹം വരാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഉമ്മയും ബാപ്പയും നിസാരക്കാരല്ല. ഇബാദത്ത് പോലും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അവരുടെ പൊരുത്തം വേണം. അല്ലാഹുവിന്റെ പൊരുത്തം, ഫീ റിദൽ വാലിദൈൻ സുഖത്തല്ലാഹ്, അല്ലാഹുവിന്റെ കോപം, ഫീ സുഖത്തിൽ വാലിദൈൻ, അത് മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതും കൂടെ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അപ്പോൾ ഉമ്മയെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് കടന്നു വരിക. രണ്ടാമത് ചോദിക്കുന്നു സ്വഹാബ, നിങ്ങളുടെ ഉപ്പയോട് സ്നേഹം കൊടുക്കാറുണ്ടോ? ഉപ്പയോട് മിണ്ടാറുണ്ടോ? ഉപ്പയെ ബഹുമാനിക്കാറുണ്ടോ? ഉപ്പയുടെ കാര്യങ്ങൾ നോക്കാറുണ്ടോ? എന്തിനേറെ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്രയാ ചുമന്നത്? നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്രയാണ് ഗർഭം ചുമന്നത്? അവര് പറഞ്ഞു 10 മാസമാണ്. എന്നാൽ ബാപ്പ എത്ര മാസമാ ഗർഭം ചുമന്നത്? അവര് പറഞ്ഞു ബാപ്പ ഗർഭം ചുമക്കുകയോ? അതെ, ബാപ്പ നിങ്ങളെ എത്രയാ ഗർഭം ചുമന്നത്? അവര് അങ്ങനെ ചിരിക്കുന്ന സമയത്ത് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ ചിരിക്കണ്ട. ഉമ്മ 10 മാസക്കാലം ചുമന്നിട്ടുള്ള കഥ പറയുമ്പോ, ബാപ്പ നിങ്ങളെ ചുമന്നിട്ടുണ്ട് മോനെ. ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ 16 വയസ്സും 17 വയസ്സും 18 വയസ്സും 19 വയസ്സും 20 വയസ്സും 21 വയസ്സ് 22 വയസ്സ് 23 വയസ്സ് വരെ അവൻ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ആൺകുട്ടിയെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്നത് അവന്റെ പ്രിയപ്പെട്ട ബാപ്പയാണ് സ്വഹാബ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ ഒരു പുതുമാരന്റെ കയ്യില് പിടിച്ചു കൊടുക്കുന്നത് വരെ ആ പൊന്നുമോളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാപ്പയാ. ഉമ്മയെക്കാളും മക്കളെ ചുമന്നത് ബാപ്പയാണ് സ്വഹാബ. അവരോട് മക്കള് മിണ്ടാറില്ലല്ലോ, അവരോട് സംസാരിക്കാറില്ലല്ലോ, അവരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ, അവരുടെ അരികത്തിരിക്കാറില്ലല്ലോ, അവരോടൊന്ന് വർത്തമാനം പറയാറില്ലല്ലോ. പൗവല് പള്ളിയുടെ മഖാമിന്റെ അല്ലാഹുവേ, പൗവല് പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനി മുഴങ്ങി കേൾക്കുമ്പോ ആ സമയം മുതൽ ബാപ്പ എഴുന്നേൽക്കുകയാ. എന്തിനാണ് എന്റെ ചെറുപ്പക്കാരാ, എന്റെ മക്കള് വളർന്നു വരികയാണ്. അവൻ 10ാം ക്ലാസ്സിലാണ്, അവൻ ബികോമിനാണ്, അവൻ ബിടെക്കിനാണ്, അവൻ LLBക്കാണ്, അവൻ MBBSനാണ്. അവനെങ്ങനെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങളിലേക്ക് പോകുമ്പോ 5 ലക്ഷവും 6 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷവും ഒക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരം വെളുത്ത് ഉറക്കം പോലുമില്ലാതെ രോഗങ്ങളെ മാറ്റിവെച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ട ഉപ്പാനെ മറന്നല്ലോ. ഇന്നീ പരിശുദ്ധമായ ഈ മഖാമിന്റെ ചാരത്തിരിക്കുന്ന എന്ന് എത്രയോ താടി നിറച്ചു പോയ പ്രിയപ്പെട്ട ഉപ്പമാര്, പല്ലുകൊടിഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പമാര്, നടക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട ഉപ്പമാര്, ശ്വാസം മുട്ടുള്ള ഉപ്പമാര്, ഇവരൊക്കെ ഇന്നല്ലേ ഇങ്ങനെയായത്? ഇവർക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ല ചുറുചുറുക്കുള്ള കാലഘട്ടം. ആ ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവനും 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും പ്രവാസ ലോകത്ത് മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച എത്രയോ ബാപ്പമാരുണ്ട്. അന്ന് സമ്പാദിച്ച
സമ്പാദ്യത്തിന്റെ പുറത്ത് കിടക്കുന്ന മക്കള്, അന്ന് ബാപ്പ സമ്പാദിച്ചു പോയ ആ സമ്പാദ്യത്തിന്റെ പുറത്ത് കിടക്കുന്ന എത്രയോ പ്രിയപ്പെട്ട മക്കള്, അവരൊന്ന് അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് അവര് കടന്നു പോകുമ്പോഴും 17, 18, 19, 20 കൊല്ലം പ്രവാസ ലോകത്തെ അറബിയുടെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് പെടാപ്പാടുപെട്ടുപോയ ബാപ്പ, ആ ബാപ്പയോട് സംസാരിക്കാൻ മക്കൾക്ക് സമയമില്ലല്ലോ. എന്തിനേറെ എന്റെ ചെറുപ്പക്കാരാ, പ്രവാസ ലോകത്തുനിന്ന് വരുന്ന ബാപ്പക്ക് വലുതായിട്ടുള്ളത് കുറച്ച് രോഗങ്ങളല്ലേ, സങ്കടങ്ങളല്ലേ, പ്രയാസങ്ങളല്ലേ, ദുഃഖങ്ങളല്ലേ. ആ സങ്കടത്തോടെ പ്രയാസത്തോടെ അവര് വീട്ടിന്റെ ഉള്ളിൽ ചുമച്ചിട്ട് കിടക്കുമ്പോ, പനി പിടിച്ച് കിടക്കുമ്പോ, ശ്വാസം മുട്ടി കിടക്കുമ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൺമക്കള് കുറവല്ലേ ചെറുപ്പക്കാരാ? നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, അവരുടെ അരികത്തൊന്ന് പോയിരുന്നിട്ട് ഉപ്പ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ ആ ഒരു ചോദ്യം മതി എന്റെ ചെറുപ്പക്കാരാ. നിങ്ങളുടെ ഉപ്പാന്റെ സങ്കടം മാറാൻ, നിങ്ങളുടെ ഉപ്പയുടെ വേദന മാറാൻ, നിങ്ങളുടെ ഉപ്പയുടെ പ്രയാസം മാറാൻ ഇന്നത്തെ മക്കൾ അവരെ ബഹുമാനിക്കുന്നുണ്ടോ? അവരോട് സംസാരിക്കുന്നുണ്ടോ? അവരോട് വർത്തമാനം പറയുന്നുണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പോലും ഇന്നത്തെ ഉപ്പാനം മറക്കുന്നവരല്ലേ, അവരെ കുറ്റപ്പെടുത്തുന്നവരല്ലേ, അവരെ ആക്ഷേപിക്കുന്നവരല്ലേ, അവരെ കളിയാക്കുന്നവരല്ലേ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു പോകുന്നത്, സ്വഹാബാ സ്വഹാബാ നിങ്ങൾ ഉപ്പാനെ മറക്കല്ലേ, അവര് നിങ്ങളെ ഒരുപാട് ചുമന്നവരാണ്, അവര് നിങ്ങളെ സ്നേഹിക്കണേ സ്വഹാബാ. ഏറ്റവും കൂടുതൽ ഉപ്പയോട് അല്പസ്നേഹം കൂടുതലുള്ളതാരാ? അത് പെൺമക്കളാണ്, അത് പെൺമക്കളാണ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ, ഏതായാലും നമ്മുടെ ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ടല്ലോ. ബാപ്പയോട് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് ഉമ്മമാരല്ലേ, സഹോദരിമാരാണ്. അവരെല്ലാവരും സഹിക്കും. അവരുടെ വാപ്പാക്ക് പറഞ്ഞു അവർ സഹിക്കില്ല. അത്രയും ഇഷ്ടമാണ് അവർക്ക് ബാപ്പയോട്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ എന്ന് പറയും. സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ സുരലോക സുബർഗത്തിൽ സുഗന്ധ പുറാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹു അഗമിയിൽ മീകൈന്തുള്ളേ സുറുമക്കൻ കനിയാളെ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹു സുരലോക സുബർഗത്തിൽ സുഗന്ധ പുറാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹു ഇല്ലേ. നരകത്തിന്റെ കഥ പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ വന്നു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ വന്നു, ഉമർ ബിൻ ഖത്താബ് എല്ലാവരും വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി നബിയെ? ഒരക്ഷരം നബി തങ്ങൾ വേണ്ടിയിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നു, എന്റെ ഉപ്പ ഓടിപ്പോയി നെറ്റിത്തടത്ത് മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇന്നതുപോലെ അള്ളാന്റെ നരകത്തെ പറ്റുള്ള ആയത്ത് കേട്ടിട്ട് കരഞ്ഞു പോയതാ. അബൂബക്കർ തങ്ങൾ എപ്പോഴും കൂടെയുള്ള ആള് മറുപടി കൊടുത്തില്ല. ഉമർ തങ്ങൾക്ക് കൊടുത്തില്ല, ഉസ്മാൻ നിങ്ങൾക്ക് കൊടുത്തില്ല, അലിയാർക്ക് കൊടുത്തില്ല. മറുപടി കൊടുത്തത് ഫാത്തിമ ബീവിക്കാൻ. ഇല്ലേ, മിക്കുള്ള ഉമ്മമാരും അല്ലാ നിങ്ങൾ ആരെ പറഞ്ഞാൽ എന്റെ ഉപ്പാനെ പറയരുത്, എന്റെ ഉപ്പന്റെ ജീവന. പെൺമക്കൾക്ക് ഭയങ്കര സ്നേഹം ഉപ്പാനോട്. പൊന്നാര ചെറുപ്പക്കാരാ, പെൺമക്കൾക്ക് മാത്രമല്ല നമ്മളെ പൊന്നുപോലെ പഠിപ്പിച്ചത്, നമ്മളെ പോറ്റി വളർത്തിയത്, നമുക്ക് സ്നേഹം തന്നത്, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, ഇല്ലേ, എല്ലാം നമുക്ക് തന്നതാരാണ്? അല്ലാഹുവാണ്. പക്ഷെ നമ്മുടെ ഉപ്പയിലൂടെയാ നമുക്ക് തന്നത്. നേരം വെളുത്ത് ചുമട്ട് തൊഴിലാളികൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്നാൽ കാണാം, ഓരോ ഉപ്പമാര് ഓടും. എന്തിനാ ഓടുന്നതെന്നറിയോ? ഓരോ വണ്ടി വരുമ്പോ പിന്നാലെ ഓടുന്നത് അവരുടെ മുമ്പിൽ അവർക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല, സങ്കടമില്ലാഞ്ഞിട്ടല്ല,
കഴിയാഞ്ഞിട്ടല്ല, അവരുടെ ഉള്ളിൽ അല്ലാ എന്റെ കുട്ടി എന്നൊരു ചിന്ത. ഇവിടെ ഇരിക്കുന്നു ഉപ്പമാർ പലരും പല പല ജോലികൾ ചെയ്തവരാൻ. അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല, അവർക്കുള്ള വയറ്റിന് വേണ്ടി ജോലി ചെയ്യാനാണെങ്കിൽ 2 ദിവസം പോയാൽ മതി. 2 ദിവസം സ്വന്തം വയറ്റിന് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ അവർ പോകുന്നത് വീട്ടിലുള്ള പൊന്നുമക്കൾ, എന്റെ ആൺമകനിക്കാൻ ഇല്ലേ. ആ ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് വരുമ്പോഴും മക്കൾക്കൊരു പൊതി മേടിക്കാൻ വാപ്പ മറന്നിട്ടില്ല. മക്കൾക്കൊരു പൊതി മേടിക്കാൻ വാപ്പ മറന്നിട്ടില്ല. സ്നേഹ കടലാണുപ്പാ, അലിവുള്ള മനമാണോ, അഴകിന്റെ മനമാണോപ്പാ, ജീവന്റെ ജീവനോപ്പാ. മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തോപ്പാ, കണ്ടില്ലേ കൽബിനുള്ളിൽ വേദന ഏറുന്നോപ്പാ. ആഫിയത്തേകിടേണേ, രോഗങ്ങൾ മാറ്റിയിടേണേ, ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിടേണേ. പടച്ചവനെ, നേരം വെളുത്ത് ജോലിക്ക് പോയ ബാപ്പ വൈകുന്നേരം കിട്ടുന്ന 500 രൂപയുമായി വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ ഭാര്യ പറഞ്ഞു, ഉമ്മ പറഞ്ഞു മകനിക്ക് പനിയാണെന്ന്. പെട്ടെന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പുന്നാര മകനെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ 500 കഴിഞ്ഞു. ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? 500 രൂപ കിട്ടി വാപ്പാക്ക്. നേരം വെളുത്ത് വൈകും 5 മണി വരെ ജോലി ചെയ്ത വാപ്പ കിട്ടിയത് 500 രൂപ. അതുമായി വീട്ടിൽ വരുമ്പോ ഭാര്യ ഉമ്മ പറഞ്ഞു മകന് പനിയാൻ. ഉപ്പ തൊട്ടു നോക്കും, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുവെക്കോ, അല്ലെങ്കിൽ ഇതേ വാപ്പ തന്നെ കൊണ്ടുപോകും. നേരം വെളുത്ത് വൈകുന്നേരം വരെ പാടുപെട്ട് ജോലി ചെയ്ത ആ പ്രിയപ്പെട്ട ഉപ്പായുടെ ആ വിയർപ്പിന്റെ തുള്ളികൾ നിമിഷ നേരം കൊണ്ട് ഹോസ്പിറ്റലിലായി. എന്നിട്ടും വാപ്പാക്ക് വിഷമമില്ല. എന്നിട്ടും വാപ്പാക്ക് ഏതെങ്കിലും ഒരു വാപ്പ പറയുന്ന കേട്ടിട്ടുണ്ടോ ഇവനെക്കാരന്റെ പൈസ ഫുള്ള് പോയെന്ന്? മക്കള് പറയും, മാമക്കള് പറയും, ഇതെന്തുപ്പായാൻ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാശ് വാപ്പ വാരി എറിഞ്ഞിട്ടും ആ സാധുവിനോട് വിദ്വേഷവും പിണക്കവും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. ഈ വാപ്പ അപ്പോഴും ഈ വാപ്പയോട് മിണ്ടാത്ത മക്കൾക്ക് പോലും ഉമ്മാന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഞാൻ തന്നെന്ന് പറയണ്ട, നീ അവന് കൊടുത്തേരെ, പെരുന്നാളൊക്കല്ലേ. തന്ന വാപ്പമാരുണ്ട്. പക്ഷെ മക്കൾ അവരെ മറന്നുപോയി. ആൺമക്കളോട് ഞാൻ പറയാൻ, അവരെ പൊന്നുപോലെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളും വാപ്പയാകും. നിങ്ങളും ഇതിനേക്കാൾ സങ്കടത്തിൽ നിങ്ങൾ കരയേണ്ടുന്നൊരവസ്ഥ വരും ഉറപ്പാ. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കൂ, റബ്ബേ എന്റെ കുട്ടി എന്നെ നോക്കുന്നില്ലല്ലോ. എത്ര വാപ്പമാര് പക്ഷെ നമ്മളെ കാണുമ്പോ ഒരു കുഴപ്പമില്ല, റൂമിന്റെ ഉള്ളിൽ മക്കളെ ഓർത്തിട്ട് കരയുന്ന എത്ര ഉപ്പമാരുണ്ടാകും. അവരുടെ കണ്ണുനീരെങ്ങാനും വീണാൽ എന്റെ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ പുറത്ത് എവിടെ പോയാലും നിനക്ക് ഒരു വിജയം നിനക്കുണ്ടാകില്ല. ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വായ്ക്ക് രുചിയോടുകൂടി കഴിച്ചിട്ട് ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുക്കും. ഉമ്മ നല്ല ഭക്ഷണം കേട്ടോ, നല്ല കറിയാണ് കേട്ടോ. ഏതു മക്കളാ ചിന്തിക്കുന്നത്? ഈ ഉണ്ടാക്കി തന്ന ഈ ഭക്ഷണത്തിൽ എന്റെ ബാപ്പയുടെ വിയർപ്പിന്റെ ഗന്ധം ഏത് മക്കളാ മനസ്സിലാക്ക? എന്റെ ബാപ്പയുടെ കഷ്ടപ്പാടിന്റെ ഗന്ധം ഈ ഉള്ള ഭക്ഷണത്തിലുണ്ട്. മക്കൾ അത് മറന്നുപോയല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, അതുകൊണ്ട് അവരെ വെറുക്കരുത്, അവരെ കുറ്റപ്പെടുത്തരുത്, അവരെ ആക്ഷേപിക്കരുത്. അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കണം നിങ്ങൾ. ബാപ്പയോട് മിണ്ടാത്തൊരു വീടുണ്ടോ അത് ജയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി ഇല്ലേ. നിങ്ങളുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനില്ലേ, എന്റെ കൂടെ വന്ന 2 പയ്യന്മാരിവിടെ ഉണ്ട്, അവരും കൂടെ ഉണ്ട്. ഒരു ഉപ്പയെ കണ്ടു, നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെച്ച് എന്തോപ്പ? അപ്പൊ ഞാനിങ്ങനെ തൊപ്പിയെ കൂരിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ചായ കുടിക്കുന്നെങ്കിൽ എനിക്കൊരു ചായ വേണം. അങ്ങനെ ആ സഹോദരങ്ങൾ അവർക്കൊരു ചായ മേടിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന, ഒരുപാട് നേരമായല്ലോ, 2:30 മണിയായല്ലോ.
ആ ഉപ്പ പറഞ്ഞൊരു മറുപടി കേട്ട് കണ്ണ് നിറഞ്ഞു പോയി. മക്കളൊന്നും ഇല്ലെന്ന് വെച്ചു. മക്കളെ കൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല മക്കളാ. പിന്നെന്തേ അവരുടെ വീട്ടിൽ പൊക്കൂടെ, അവരുടെ കൂടെ കഴിഞ്ഞൂടെ? ഉസ്താദെ, ഒരു വീട്ടിൽ പോയാൽ എന്റെ ഒരു മക്കളും എന്നെ ഒന്നും പറയില്ല, എന്റെ ഒരു മക്കളും എന്നെ ഒന്നും പറയില്ല. പക്ഷേ അവിടെ ചെന്നാൽ അവർ മിണ്ടാറില്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ എന്നോട് മിണ്ടിയില്ലേ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലൊക്കെ എന്തെന്ന് ചോദിച്ചു. വീട്ടിൽ പോയ മക്കൾ പോലും എന്നോട് മിണ്ടാറില്ല. അവർ ഭക്ഷണം തരുന്നു, അത് കഴിക്കുന്നു, അത്ര തന്നെ. അങ്ങനെയുള്ളൊരു വീടാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി അറിയോ? അത് ജയിലാണ് സഹബ. ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം കൊടുക്കുമെന്നാണ്. അതേ സമയത്ത് പ്രിയപ്പെട്ട ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്ന മക്കള്, ഉപ്പയോട് സംസാരിക്കുന്ന മക്കള്, ഉപ്പയെ കൂടെ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് വിളിക്കുന്ന മക്കള്, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ? വഫിൽ ഖബരി മൂനിസാ വഅല സിറാത്തി ദലീലാ വഫിൽ ഹശരി റഹീമാ. ബാപ്പയോട് സംസാരിക്കുന്ന മക്കള്, ബാപ്പയോട് മിണ്ടുന്ന മക്കള്, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഓഫർ ആരും കടന്നു വരാത്ത 6 അടി മണ്ണ്. വലിയ ഒരു ഓഫറാണ്. ബാപ്പയോട് മിണ്ടുന്ന മക്കള്, ചെറുപ്പക്കാര, ബാപ്പയോട് സംസാരിക്കുന്ന മക്കള്, വീട്ടിന്റെ ഉള്ളിലുള്ള ബാപ്പയോട്, ബാപ്പ എന്റെ ഉപ്പ കൂടെ വരി, ഭക്ഷണം കഴിക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. എത്ര മക്കൾ അങ്ങനെ വിളിക്കും, ഉപ്പ വരണം, എന്റെ ഉപ്പ കൂടെ ഇരിക്കും. ഭാര്യയോട് പറയാ, മോളെ ഉപ്പാനെ കൂടെ വിളിക്കും. ആ വിളിച്ച് നിങ്ങൾ ഇരുത്തുമ്പോ ആ ഉപ്പാക്കുണ്ടാകുന്ന ഒരു സന്തോഷം പോലെ ഒന്നുമില്ല. അതും മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ഇല്ലേ, നാളെ ആരുമില്ലാത്ത ഏകാന്തതയിൽ പോകുന്നൊരു ഖബറുണ്ട്. നമ്മളിപ്പോഴൊന്നും പോകൂലെന്ന് പറഞ്ഞിരിക്കണ്ട, പോയേ പറ്റൂ. ആരെന്നിപ്പോ എത്ര ഖബർ കണ്ട് ആര് ചിന്തിക്കുന്നു? ഇല്ലേ, നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറന്ന മണ്ണറക്കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട് നാട്ടോക്കാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര നാട്ടോക്കാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറന്ന മണ്ണറ കൂട് കാണേണ്ടയോ പള്ളിക്കാട് കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട് ആരും കടന്നു വരാത്ത പച്ചമണ്ണാകുന്ന ഖബറില് നിങ്ങളെ കൊണ്ട് ഖബറിടത്തിലേക്ക് വെക്കുമ്പോ ബാപ്പയെ ബഹുമാനിച്ച മകനാണോ, ബാപ്പയെ ചേർത്ത് പിടിച്ച മകനാണോ, ബാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച മകനാണോ, ആ മകനിക്ക് 6 അടി മണ്ണിൽ കിട്ടുന്ന പ്രതിഫലം വഫിൽ ഖബരി മൂനിസാ. നേരം പോക്കാക്കുന്ന രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന മാലാഖമാര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ വഫിൽ ഹശരി റഹീമാ. മഹ്ശറയിൽ അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് ഇന്നത്തെ രാത്രിയില് ഇന്ന് വാത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, അവരോടൊന്ന് പൊരുത്തം ചോദിക്കുമോനെ, പാപ്പയോട് പൊരുത്തം ചോദിക്കുമോനെ. എന്തേ കാരണമെന്നറിയുമോ? നാളെ നീ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ബാപ്പ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ഉമ്മ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നത്തെ രാത്രിയില് നിനക്കു നിന്റെ വീട്ടിന്റെ ഉള്ളിലെത്താൻ അല്ലാഹു സൗഭാഗ്യം തന്നാൽ അവരുടെ കാൽക്കൽ വീണിട്ട് പൊരുത്തം ചോദിക്കുന്ന മക്കളായ അവിടെയാണ് മോനെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയാണ്, സ്വഹാബ അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ പൊരുത്തം
പൊരുത്തത്തോടെ നിങ്ങൾ ജീവിക്കുന്നവരാണോ, നിങ്ങളുടെ നിസ്കാരത്തെ അല്ലാഹു തട്ടിക്കളയൂല, നിങ്ങളുടെ നോമ്പിനെ അല്ലാഹു തട്ടിക്കളയൂല, നിങ്ങളുടെ സ്വതകളെ അല്ലാഹു തട്ടിക്കളയൂല, നിങ്ങളുടെ ഒരു ഇബാദത്തിനെയും അല്ലാഹു തട്ടിക്കളയൂല. മറിച്ച് അവരുടെ പൊരുത്തമില്ലാതെയാണ് കഴിഞ്ഞുകൂടുന്നതെങ്കിൽ വല്ലാഹി നിങ്ങളുടെ ഒരു അമലും അല്ലാഹുവിന് വേണ്ടെന്ന് പഠിപ്പിച്ചത് കാരുണ്യത്തിന്റെ നിറകുടമേ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം.